വീണ്ടും വായിക്കുന്നത് പ്രകാശനാണ് എൻ്റെ തൊടയിൽ കയറി പിടിച്ച് ദിസ് ഈസ് ദ ഗിഫ്റ്റ് ദാറ്റ് ഹി ഈസ് ഗിവിങ് ഫോർ യു എന്ന് പറഞ്ഞു. അത് അപ്പം എനിക്ക് മനസ്സിലായത് അപ്പം ബിനു എൻ്റെ പുറകെ നിന്നിട്ട് ഇങ്ങനെ ബിനുവിൻ്റെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ തോളത്തിങ്ങനെ വിളിച്ച് കിട്ടി മോനെ കിട്ടി, അത് നിനക്ക് പുള്ളി തരുന്ന നാളാ എന്ന് പറഞ്ഞു. ഞാൻ ലാലേട്ടനോട് പറഞ്ഞു നമുക്ക് ലാലേട്ടൻ നമുക്ക് കണ്ടത് നിജം എന്ന് ഒന്ന് പറയാൻ പറ്റുമോ. ഞങ്ങളുടെ ഫോർമുല ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ഏത് ഫൈറ്റ് അടിച്ചാലും തൊട്ട് മുമ്പുള്ള ഇമോഷൻ ആളുകൾക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഈ ആ കുടകൾക്കിടയിൽ ഈ പറയുന്നൊരു കറുത്തൊരു നായക്കുട്ടി ഇരിക്കുക എന്ന് പറയുന്നത് ആ ഓൺ സ്പോട്ടിൽ കിട്ടിയതാണ്. കാട്ടിലെ ട്രാവലിലോട്ട് പോകുന്ന സമയത്ത് സുനിലേട്ടനെ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് വേണം, മഞ്ഞ് ഇങ്ങനെ ഇവിടെ യാത്രയിൽ ഇങ്ങനെ ഈർപ്പം കയറി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവന്മാരുടെ ഷുഗിൽ നിന്ന് മറ്റേ സ്പ്രേ അടിച്ച് അപ്പൊ ഞാൻ എന്താടാ സുനിലേട്ടൻ്റെ ഈർപ്പം വേണ്ടേ ഒരിക്കൽ സീൻ ചെയ്യാൻ കേട്ടോ. അപ്പൊ ലാലേട്ടന ഇങ്ങനെ അതിങ്ങനെ കൊതിയാണ്. അപ്പം ആ ഒരാഴ്ച കണ്ടുള്ള ദിവസം ഇന്ന് നമ്മുടെ ഇക്കിൾ സീനാണല്ലേ. ബാത്റൂം സീക്വൻസ് എടുക്കണ തൊട്ട് മുമ്പുള്ള എൻ്റെ ബ്രീഫിങ് വളരെ സിമ്പിളായിരുന്നു. മേഡം മുഖം പൊത്തരുത്, അൺസ്റ്റേബിൾ ആകുന്ന മൊമെന്റുകളിലൊക്കെ ചിലപ്പം ഇയാൾ ഇളയരാജ പാട്ട് പാടുമായിരിക്കുമല്ലേ. അപ്പൊ ഞാൻ സാർ അത് റൈറ്റ്സിന്റെ പ്രശ്നമാണ്, ഏതെങ്കിലും പാട്ട് പാടിയാൽ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കുറേ നമ്മുടെ തോളത്തിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു അമുക്കുണ്ടാവും. അപ്പൊ അതിങ്ങനെ നമുക്കുണ്ടാവും. അപ്പൊ സന്തോഷമായോ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ഈ 2 ഫൈറ്റ് എടുക്കുമ്പോഴും നല്ല പനിയാണ്. തരുൺ മൂർത്തിയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. തരുൺ ഇപ്പോൾ ഒരു വിശേഷണം വരണം. നമ്മൾ കഴിഞ്ഞ 2 സിനിമയുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പോസ്റ്ററിൽ, അത് ഒഫീഷ്യൽ അൺഒഫീഷ്യൽ പോസ്റ്ററിൽ നായകൻ തുടരും എന്നുള്ളൊരു ഭയങ്കര രസമാണ്. അതിലൊരു ഐക്കണിക് ജമ്പിൻ്റെ പോസ്റ്റർ. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന പല ഫോട്ടോഗ്രാഫിക് മെമ്മറികളിലൊന്നാണ്. എത്രയോ കാലം 45 വർഷത്തിലധികം മോഹൻലാൽ ഇങ്ങനെ നിറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് റീക്രിയേറ്റ് ചെയ്യണം വിത്ത് റീസൺ അങ്ങനെ തോന്നിയ, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചൊരു സാധനം? അല്ല, മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും നാൾ കണ്ട് വളർന്ന, ഞാൻ ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ കണ്ടുള്ള മോഹൻലാൽ സിനിമകളാണ് എന്നെ ഫിലിം മേക്കിംഗ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനത് കണ്ടാണ് ഇങ്ങനെ ആണല്ലേ, ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ചെറുപ്പത്തിൽ ലാലേട്ടൻ്റെ തമാശകളുള്ള സിനിമകളായതുകൊണ്ട് എപ്പോഴും ഫാമിലി പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഏതാണ്ട് ഒരു 10ാം ക്ലാസ് വരെയും വീട്ടുകാർക്കൊപ്പം സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ മെമ്മറീസിൽ മൊത്തം മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഭയങ്കരമായ ഗുണം എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കാണ് കിട്ടിയേക്കണമെന്ന്. അപ്പം എൻ്റെ മൈൻഡിൽ കിടക്കുന്ന, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഷോട്ടുകളും ഒക്കെ പല പല രീതിയിൽ എങ്ങനെയൊക്കെയോ റീക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ഫാൻ ബോയ് മൊമെൻറ്റ്. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഷോട്ടാണെങ്കിൽ പോലും ചില്ല് പൊട്ടിച്ച് ചാടണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം പുള്ളിക്ക് ഇത് ചാടും എന്നുള്ള കാര്യം. നമ്മളിത് വേറെയും സിനിമകൾ സ്ഫടികത്തിൽ ചാടുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പം ബിനുവിനെ എടുത്തെറിഞ്ഞിട്ട് പുള്ളി ചില്ല് പൊട്ടിച്ച് ചാടുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മോണിറ്ററിന് ബാക്കിക്കുമ്പോൾ ആ ചാട്ടം നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിനും വേറൊരു തലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ ഒരു ഓറ. അപ്പം ഫോർ മീ തുടരും ഇതുവരെയും സംഭവിക്കുന്ന എല്ലാം ഒരു ഭയങ്കര അനുഗ്രഹമുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഇമോഷനോടുള്ള എൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ തുടരും. ഈ തരുണോട് സംസാരിച്ചതിന്റെ തുടർച്ചയിൽ ഇന്റർവ്യൂവിന്റെ ക്യാമറ ഓൺ ആയതുകൊണ്ട് കൺഗ്രാറ്റ്സ് ഓൺ ക്യാമറ പറയാൻ പറ്റിയിട്ടില്ല. ഒന്ന് അഭിനന്ദനങ്ങൾ. മലയാളത്തിൽ സമീപ വർഷങ്ങളിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഒരേ സമയം തന്നെ ഒരു കലാമൂല്യവും ജനപ്രീതിയും ഒരുപോലെ സമ്പാദിച്ച, നമ്മളിപ്പോ ഈ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പറയാം ജനപ്രീതിയും കലാമൂല്യം ലഭിച്ച പടം എന്നാണ്. പക്ഷെ അതൊരു പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു വളരെ അപൂർവമായി ലഭിക്കുന്ന സാധനം. അങ്ങനെ ഒരു സിനിമ സമ്മാനിച്ചതിന് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിന്റെ കരിയറിൽ നമുക്ക് അടുത്തൊരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന സിനിമ കുറെ വർഷങ്ങൾക്ക് ശേഷം സാധിച്ചത്. ഇതിന് രണ്ടിനും കൂടി കൺഗ്രാറ്റ്സ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ അത് ആദ്യം മറ്റേ ഓഫ് ദ ക്യാമറ പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത്. അതിൽ തന്നെ ചോദിക്കാനുള്ളത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തരുണിന്റെ ഫിലിം ജേണി അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. സൗദി വെള്ളക്കം മുതൽ ആദ്യത്തെ 2 സിനിമയും താരരഹിതമായി ചെയ്യുന്നു. അവിടെ എനിക്ക് തന്നെ തോന്നുന്നു ഒരു ഹാൻഡ് മെയ്ഡ് ഫിലിംസ് ആണ് തരുൺ ഉണ്ടാക്കിയത്. തരുണിന് ഇഷ്ടപ്പെട്ട, തരുണ് റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന. അപ്പൊ അതിൽ 2ാമത്തെ സിനിമയിലൊക്കെ എത്തുമ്പോൾ തരുണിനോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, ഈ പിന്നെ ഉമ്മയെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഈ പടം ചെയ്യും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു പോസ്റ്റർ വാല്യൂ കമന്റ് എല്ലാ പ്രൊഡ്യൂസറും ചോദിക്കുന്നിടത്താണ് 3ാമത്തെ
സിനിമയിൽ തുടരും എന്ന് പറയുന്ന സിനിമയിൽ എത്തുമ്പം തരുണിന്റെ ബ്രാൻഡിന് അതുപോലെ കീപ്പ് ചെയ്യുന്നു, തരുണിന്റെ സിഗ്നേച്ചർ അതുപോലെ കീപ്പ് ചെയ്യുന്നു. ഇതിൽ തരുണിന്റെ പോലീസ് സ്റ്റേഷനാണ്, തരുണിന്റെ വീടാണ്, അല്ലെങ്കിൽ തരുണിന്റെ ചുറ്റുവട്ടമാണ്. അതായത് തരുൺ സിനിമകളുടെ ഒരു തുടർച്ച, തുടരും എന്നുള്ളത് തരുൺ തുടരുന്നത് പോലെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ തോന്നുന്നത്. ഈ സിനിമയിൽ എത്തുന്ന സമയത്ത് ഇപ്പൊ ഇതിന്റെ ഒരു ഇനീഷ്യൽ മൊമെന്റ് ഉണ്ട്, അവിടെയാണ് നമ്മളെല്ലാം കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഷൺമുഖനിലേക്കും ലളിതയിലേക്കും അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ അവിടെ കൃത്യമായിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നിടത്ത് നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു മോഹൻലാൽ ട്രിബ്യൂട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു വിന്റേജ് മോഹൻലാലിനെ അതേപടി പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാം കൃത്യമായ റീസൺ ഉണ്ട്. അത് വെറുതെ ഈ പറയുന്ന മൊമെന്റ്സ് റിക്രിയേറ്റ് ചെയ്യല്ലേ. എന്നാൽ ഈ പറയുന്ന നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പോസ്റ്റ് കോവിഡിലൊക്കെ കണക്ട് ചെയ്യാവുന്ന എല്ലാതരം ട്രോളും വെൽ പ്ലേസ്ഡ് ആണ്. ഈ പറയുന്ന ആദ്യത്തെ അരമണിക്കൂർ അതിന്റെ ഒരു ക്രിയേഷൻ അതിനെ കുറിച്ച് എങ്ങനെയാന്ന് പറയാൻ പറ്റുക? നമ്മളെ ഇപ്പം കൺമണിപ്പൂവേ എന്ന് പറഞ്ഞ സോങ് ആണ് ഇതിന്റെ ഈ ആളുകൾ ഈ പടത്തിൽ ഇന്നാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന മൊമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഏരിയ ഞാൻ അതാണ്. അവിടെ ഇന്നായാൽ ഈ പടം എനിക്ക്, അപ്പം ഞാൻ 2-3 സ്ഥലങ്ങൾ വെച്ചു. ഒന്ന് ആദ്യം നമ്മൾ കാണിക്കുന്ന ഉരുൾപൊട്ടൽ, അത് സിനി ഫൈൽസ് വരുമ്പോഴത്തേക്കും ഒരു ഉരുൾപൊട്ടൽ കാണുന്നു, അവിടെ എനിക്ക് ചിലപ്പം കിട്ടും. അതും ഇഷ്ടപ്പെട്ടില്ല, എന്നോ നീ എന്നെ കാണിക്കാൻ പോവാണെന്ന് നോക്കിയിരിക്കുന്നതാണെങ്കിൽ എൻ്റെ അടുത്ത എയിം എന്ന് പറയുന്നത് ടൈറ്റിൽ കാർഡാണ്. ലാലേട്ടന്റെ ഈ പറയുന്ന അതിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഇന്നാവും. ഇനി അതിലും ഇന്നാകുന്നില്ല, ഞാൻ ഇല്ല കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയുന്ന ഏരിയയിലാണെങ്കിൽ പിന്നെ എൻ്റെ ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൺമണിപ്പൂവയാണ്. അപ്പൊ ആ കൺമണിപ്പൂവയിലും ഇഷ്ടപ്പെടാത്തവര് പിന്നെ ഇന്നാകാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്റർവെല്ലാണ്. അപ്പൊ ഈ 4 ബ്ലോക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകനെ ഒരു 70% ഓഫ് ഓഡിയൻസിനെയും കൺമണിപ്പൂവയിൽ ഇന്നാക്കണുള്ളതുകൊണ്ട് എനിക്കിത് എടുത്തിട്ടും കൊതി തീരാത്തൊരു 6 മിനിറ്റ് ഉണ്ടാവും പാട്. 27 സീക്വൻസുകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൺമണിപ്പൂവിന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഇപ്പം ഞാൻ അതിൻ്റെ ഏതാണ്ട് 20-21 സീക്വൻസ് ഞാൻ സ്ക്രിപ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇടക്കിടക്ക് രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സോങ് എടുത്താലോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താന്ന് എടുക്കാൻ പോണേ, അപ്പോൾ ഓൺ സ്പോട്ട് ചെയ്യാൻ നോക്കി ഈ വീടിൻ്റെ ഈ സ്പേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ വീട് കംപ്ലീറ്റ് 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ലാലേട്ടൻ രാവിലെ വരുമ്പോഴത്തേക്ക് ഇന്ന് എന്താണ് സോങ്ങിന്റെ രാവിലെ സോങ്ങിന്റെ മോർണിംഗ് ലൈറ്റിൽ സോങ്ങിന്റെ സീക്വൻസ് എടുക്കും. അപ്പൊ അങ്ങനെ ഇത് കുറെ ദിവസമായി ഞാൻ ഇത് തീരുന്നില്ലേ സോങ് നമ്മളിത് എല്ലാ സോങ് കൂടി ഇത് എങ്ങനെ ഫേമസ് സാർ നമുക്കൊരു സാധാരണ പ്രിയൻ സാറിന്റെ സിനിമകളിലെ സോങ് സീക്വൻസിന്റെ അകത്ത് എപ്പോഴും ഒരു 25ഓളം സീക്വൻസുകളുണ്ടാവും. അപ്പം അത് നമ്മൾ അറിയാറില്ല. അപ്പൊ ഞാൻ സാർ നമുക്ക് ഒരു അറൗണ്ട് 25 സീക്വൻസുകൾ പോകണം, അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം എടുക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സോങ് എടുത്ത് എല്ലാം തൃപ്തിയായി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ശോഭന വന്നിട്ട് ചോദിച്ചു, ശോഭന തരണേ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേ, ഞാൻ ഈ വീടിൻ്റെ അകത്തിരുന്ന് മടുത്തു, നിങ്ങൾ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ഈ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സാധാരണ ഒരു ഇടുങ്ങിയ ടെക്സ്റ്റൈലിൽ പോകാം, നമുക്കൊരു വലിയ ബ്രാൻഡിങ്ങിനൊന്നും പോകാത്ത രീതിയിൽ ഇടുങ്ങിയ ടെക്സ്റ്റൈലിൽ പോയി നിങ്ങൾ, അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു അടിപ്പാവാടയും ഭാഷണം ചെയ്ത് അപ്പൊ അങ്ങനെ സീക്വൻസ് ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ എടുത്തിട്ടും തീരാത്ത അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് പിന്നെ പടത്തിന്റെ പ്രധാനപ്പെട്ട സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഷാഹിച്ചേട്ടൻ വഴിയുടെ വക്കിൽ നിന്ന് വലിയൊരു പ്ലാവ് നോക്കി ഇങ്ങനെ നിൽക്കണം. അപ്പം ചക്ക ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. അപ്പൊ ഷാഹിച്ചേട്ടൻ ഈ പ്ലാവ് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണ്ടേ. അപ്പോഴത്തേക്കും ലാലേട്ടൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി കാരവാനിലോട്ട് പോയി. അപ്പം ഞങ്ങള് ബിനുവിനെ വിളിപ്പിച്ച്, അപ്പൊ ലാലേട്ടൻ എന്താ ഇനി എന്താ എടുക്കാനുള്ളത് സാർ, ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നു സാർ, ഇത്രയും ചക്ക ഉള്ള പ്ലാവ് ലാലേട്ടന്റെ സിനിമയിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ അഭിമാന പ്രശ്നമാണ് ഷാഹിച്ചേട്ടൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനിയും സോങ് എടുക്കാൻ പോവാണോ? അപ്പൊ ഞാൻ അപ്പൊ ഓൺ സ്പോട്ടിൽ തോന്നുന്നു നമ്മളിങ്ങനെ നേരെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പ്ലാവിലോട്ട് നോക്കി ലാലേട്ടൻ നിൽക്കുന്ന ഒരു ഷോട്ട്. അത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്യിക്കാൻ പറ്റുമോ അതെല്ലാം കണക്ട് ചെയ്യിക്കാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ ഒരു അരമണിക്കൂറിൽ, ആദ്യത്തെ അരമണിക്കൂറിൽ എങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മൾ ഈ ന്യൂ ഏജിനെ കണക്ട് ചെയ്യിക്കണം, ഈ പറയുന്ന എന്താ പറയാ കുറച്ചും കൂടി ഓൾഡ് നമ്മളെ ഈ സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് എനിക്ക് ഫിക്സ് ആണ്. എബവ് 35 അങ്ങോട്ടുള്ളവർക്കാണ് ഈ സിനിമയുടെ ഇൻ ഡെപ്ത് ഇമോഷൻ കണക്ട് ആവുള്ളൂ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കുട്ടികളാണ്. അവരെ ചെയ്യണമെങ്കിൽ ഈ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കൊടുക്കാവുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് ഹ്യൂമറുകൾ, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന ഇൻസ്റ്റാ റീലുകൾ. എനിക്ക് എഴുത്തിന്റെ സമയത്ത് ഭയങ്കര ടെൻഷനുള്ള ഏരിയ ആയിരുന്നു. ഇപ്പം ഇത് എങ്ങനെ വർക്കൗട്ട് ആവും, അതായത് മറ്റേ ഇതുണ്ടല്ലോ ഇപ്പം നമുക്ക് പുറത്തു പോയി കഴിക്കാമെന്ന് പറയുന്നത് അടുത്ത കട്ട് പുറത്തിരുന്ന ഇത് ഒരുപാട് ഇൻസ്റ്റാ റീലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ
ഇത് ലാലേട്ടൻ്റെ അടുത്ത് കഥ നമ്മൾ റെക്കോർഡിങ്ങിൽ കേൾപ്പിക്കുന്നത് ലാലേട്ടൻ ഈ സീക്വൻസിൽ ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ഞാൻ ലോക്കായി. അപ്പൊ എനിക്ക് ഇനി ഒരിക്കലും ഇത് ഷൂട്ടിംഗ് സമയത്ത് പോലും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം അത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇന്നായത് ആ പോയിന്റില്ല. പുറത്ത് പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇരുന്ന് കഴിക്കണതിൻ്റെതാണ്. അപ്പൊ ആ സീക്വൻസ് എടുക്കാൻ ലാലേട്ടൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ഒരു ഭയങ്കര ക്രിഞ്ച് ക്ലീഷയുടെ ജസ്റ്റ് എലിമെന്റിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, നമുക്ക് ലാലേട്ടൻ നമുക്ക് കണ്ടത് നിജം എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അതാണ് അവിടെയാണ് ഈ ട്രോളിന്റെ സെൽഫ് ട്രോളിന്റെ തുടക്കം അല്ലേ? ഇതിൽ നിന്നാണ് സെൽഫ് ട്രോൾ തുടങ്ങുന്നത്. അപ്പം കണ്ടത് നിജം മോനെ, അത് എന്താ അങ്ങനെ? നമ്മൾ കണ്ടത് നിജം എന്ന് പറയുമ്പം ശോനമാവും ഉവ്വ എന്ന് പറഞ്ഞിട്ട് ഒരു വൈഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ അതിന് കുറച്ചും കൂടി, അപ്പം അവിടെ നിന്ന് ലാലേട്ടൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ ഓൾറെഡി ഈ കഞ്ഞി സീക്വൻസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അത് കഞ്ഞി പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉടൻ തന്നെ വെട്ടിയിട്ട വാഴത്തണ്ടും കൂടി അതിന്റെ കൂടെ അറിയാണ്ട് കയറി വന്നു. അങ്ങനെ പിന്നെ മേക്ക് ബിലീഫ് എന്നുള്ളത് നമ്മൾ ഡബിന്റെ അകത്ത് വർക്ക് ചെയ്തതാണ്. അത് മാത്രമല്ല അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിനിമയുടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നിടത്താണ് ഞാൻ പറഞ്ഞ സിനിമയുടെ ടൊണാലിറ്റിയും അല്ലെങ്കിൽ സിനിമയുടെ ഗ്രാഫ് മാറിയെടുത്തും നിങ്ങൾക്കത് ട്രോളായിട്ടും വർക്ക് ആവുന്നുണ്ട്, ക്യാരക്ടറായിട്ടും വർക്ക് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഫോർ ഫൺ കുട്ടി ഡോർ എന്ന് പറഞ്ഞ വഴി മാറും ശേഖർ എന്ന് പറയുന്നതൊക്കെ ആ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പറയുന്നത് അവരും പറഞ്ഞു. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റിക്കറുകളിലൊക്കെ ഉള്ള ട്രോളുകൾ ആ ഫാമിലിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ആദ്യത്തെ 30 മിനിറ്റ്സിൽ ഇത്രയും ലൈക്കബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞില്ല, ഒരു ഞങ്ങളിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനും ഷെഫിയും കൂടി നിന്ന് എത്ര സീക്വൻസ് 28ഓളം സീക്വൻസുകളാണ് ചേട്ടാ പാട്ടിൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എവിടെയാണെന്നറിയോ തരുന്നത്, ഇപ്പൊ ഞാൻ ഇപ്പൊ പാട്ടിന്റെ സീക്വൻസ് പറയുമ്പോഴും നമ്മൾ എത്രയോ മോഹൻലാൽ സിനിമകൾ കണ്ടു, എത്രയോ പാട്ടുകൾ. ഇപ്പൊ എല്ലാവരും വൈശാഖ സന്ധ്യ പോലെ ഒരു പാട്ട് എക്സ്പെക്ട് ചെയ്തെടുത്തെടുത്ത് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതും റിക്രിയേറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആവർത്തിക്കാതെ അത് പുനരാവിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ. അവിടെ ഒരു സാധ്യത ഇമാജിനേഷനും ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് കാലം ചെയ്ത ഒരുപാട് സംഗതി, ഇപ്പൊ ഞാൻ അതിൽ പ്രധാനപ്പെട്ട ഇപ്പൊ ഈ ഫൈറ്റിന്റെ സീൻ ഇതും കൂടി ഒരു എക്സൈറ്റ്മെന്റിൽ തുടക്കത്തിൽ ചോദിക്കാൻ നിൽക്കും. അപ്പം അതിലൊരു ഫൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിൽ, അതായത് ഈ പറഞ്ഞ പിന്നെ ജോർജ് ഇദ്ദേഹമുള്ള ഒരു എൻകൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ഷോക്കാണ്. അതായത് ഓഡിയൻസ് കംപ്ലീറ്റ്ലി ഷോക്കാവുന്ന മറ്റേ ഗിയർ ഷിഫ്റ്റ് ആണ്. ആ ഗിയർ ഷിഫ്റ്റിൽ നമ്മൾ മോഹൻലാൽ മുൻപ് ചെയ്ത ഒരു ആക്ഷൻ കൊറിയോഗ്രഫി അല്ല. അതിൽ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പൊ തരുണിന്റെ സൗദി വെള്ളക്കയില് കൈകൊണ്ടടിക്കുന്ന അതായത് തല്ലിയ പോലീസുകാർ തല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ വളരെ റോ ആയിട്ട് മറ്റേ ചെകിട്ടത്തടിയോ അല്ലെങ്കിൽ ഓടിച്ചടിയോ എന്ന് പറയുന്ന വളരെ സാധാരണ അടിയാണ് സൗദിയിലാണെങ്കിൽ. ഇതൊരു വെൽ കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് ആണ്. പക്ഷെ ഇപ്പുറത്ത് നമ്മളൊരു ആക്ഷൻ സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ പ്ലേസ് ചെയ്യപ്പെട്ടുള്ള മോഹൻലാൽ. ഈ ആ ഒരു കൊറിയോഗ്രാഫി ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഈസി ആയിട്ട് ഫൈറ്റ് ഒക്കെ ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഡിസൈൻഡ് ആണ്. നമുക്ക് ആകെ ഉള്ളത് ഏത് ഫൈറ്റിന് മുന്നേയും അടിക്കട എന്ന് പ്രേക്ഷകനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ആ സ്ക്രിപ്റ്റിൽ നോക്കി അത് സോ കോൾഡ് ഏത് കാലത്തും വർക്കൗട്ട് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പം വെറുതെ ഒരു ഫൈറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ നായകൻ അടിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന തിയേറ്ററിലുള്ള ആളുകളുടെയൊക്കെ കൈ പെരുത്ത് നിൽക്കുന്ന സമയത്ത് അടി പൊട്ടാവുള്ളൂ എന്നുള്ള നിർബന്ധം മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ഫൈറ്റിന്റെ 3 ഏരിയാസ് നോക്കിയാലും അത് വളരെ കൃത്യമാണ്. അതെനിക്കറിയാം, തല്ലേണ്ടടുത്തല്ലേ. അപ്പൊ അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റൈലൈസ്ഡ് ആവും. നമ്മൾ അധികം ക്യാമറ ഇട്ട് ഗിമിക്സുകളൊന്നും കാണിക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ അധികം സ്ലോ മോഷൻസ് പിടിക്കാണ്ട് തന്നെ അതിനൊരു സിഗ്നേച്ചർ സ്റ്റൈൽ വന്ന് വീഴും. ഇത് ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്ലോ മോഷൻസ് ഭയങ്കര ഒരു എളുപ്പത്തിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നതും ഒരു ഈസി മൂവ്മെന്റ്സ് ആണ്. മോഹൻലാലിന്റെ സ്ലോ മോഷൻ എന്ന് പറയുന്ന സാധനം ഇതിൽ സാധ്യതയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു സ്വാഗും ബിൽഡപ്പും അതുവഴി വേണ്ട എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പം ലോഡ്ജ് സീക്വൻസ് ആണെങ്കിൽ 3 ഫൈറ്റ് 3 രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ലോഡ്ജിലുള്ളതാണെങ്കിൽ അതിന്റെ ഒരു സർവൈവൽ മൂഡാണ്, റോ ആണ്. അതിൽ മോഹൻലാലിസം എന്ന് പറയുന്ന ഇല്ല, കംപ്ലീറ്റ്ലി ഇല്ല. അതായത് അയാളുടെ രക്ഷപ്പെടാനുള്ള അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ഫൈറ്റ് ആണ്. പക്ഷെ അതിനു മുമ്പും കൃത്യമായിട്ട് ഇമോഷൻ ഉണ്ട്. മൂന്നാമത്തതും ഈ പറയുന്ന സ്ലോ മോഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനു മുമ്പും കൃത്യമായിട്ട് നമ്മൾ ഒരു ഫിനാലെ കൈൻഡ് രണ്ട് ഈക്വൽസ് തമ്മിലുള്ള ഒരു ഭയങ്കര പ്ലേ ആയിട്ടാണല്ലോ അത് വന്നിരിക്കുന്നത്. ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ ഞങ്ങളുടെ ഫോർമുല ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ഏത് ഫൈറ്റ് അടിച്ചാലും തൊട്ട് മുമ്പുള്ള ഇമോഷൻ ആളുകൾക്ക് കണക്ട് ആവുന്നതായിരിക്കണം. അത് ഇപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റൺസിൽവയാണ് ചെയ്യുന്നത്. സ്റ്റൺസിൽവയോടും പറയുമ്പോൾ സ്റ്റൺസിൽവേ നമ്മൾ അടിക്ക് റീസൺ ഇருக்கு സാർ, അടിക്ക് റീസൺ ഇருக்கு, പരവായില്ല, ഇനി എന്നാ പണിയാലും ഓക്കെ എന്ന് പറയാം. അപ്പൊ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്.
അതാണ് ഫൈറ്റിന്റെ കാര്യത്തിൽ. ഒരു ബാക്ക് ടു മോഹൻലാലിലേക്ക് വരുവാണ്. മോഹൻലാൽ സിനിമ ചെയ്യാനാണ് തരുണിന്റെ അടുത്തേക്ക് ഈ പ്രൊജക്ട് വരുന്നത്. ഒരു 11 വർഷത്തിനടുത്ത് ഈ സിനിമ 12 വർഷത്തിനടുത്ത് ഈ സിനിമ അത് വൈകുന്ന ഒരു മലയാള സിനിമയെ സംബന്ധിച്ചോളം വലിയ ലെങ്ത് ആണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. തരുണിനെ സംബന്ധിച്ചോളം തരുണ് നെയ്തെടുക്കുന്ന, തരുൺ സ്ക്രാച്ച് നിന്ന് കണ്ടെത്തുന്ന, തരുണിന്റെ അന്വേഷണങ്ങൾ, യാത്രകൾ, ഇതിന്റെ തുടർച്ച സിനിമ ഉണ്ടാക്കുന്ന. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരു ഡേ 1 വിത്ത് മോഹൻലാൽ എന്നുള്ളത്. ഞാൻ സ്ക്രിപ്റ്റ് അല്ല, നരേഷൻ അല്ല, അതല്ല, ഷൂട്ടിൽ ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു പക്ഷേ ഏറ്റവും ഉൾവെറയിൽ വേണ്ട ഒരാൾ തരുണാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ഇപ്പൊ മോഹൻലാലിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സാധനം. സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയും പലതരത്തിലും തരുണിനെ കൊണ്ട് ഇത് നടക്കുമോ എന്ന് കൂടി ചോദിച്ചേക്കാം. തരുണിന്റെ കഴിഞ്ഞ പണ്ടാണ് കുറച്ചുകൂടി കൺട്രോൾഡ് ആയ തരുണിന് പറ്റുന്ന തരം പടങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴുള്ളൊരു ടാസ്ക് ആണ് ഒരു വലിയ താരത്തെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള ഫിലിംസ് ചെയ്തു പോകുന്ന ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഹാൻഡിൽ വിത്ത് കെയറാന്ന് മാത്രമല്ല ഹെവി റിസ്ക് ആവാറുണ്ട്, അതേപടി പുറത്തേക്ക് വരാറില്ല. അപ്പൊ ഇതെങ്ങനെയായിരുന്നു ആദ്യത്തെ ദിവസം മോഹൻലാലിനെ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഷോട്ട്? അല്ല, ഞാൻ ഭയങ്കര നെർവസ്ഡ് ആയിരുന്നു. ഈ പറഞ്ഞത് 35 ഡേയ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉറക്കമില്ലായ്മ എല്ലാം ഉണ്ട്. രാത്രിയിൽ വൈകി കിടക്കുക, രാവിലെ എണീക്കുക, നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ആക്ഷൻ വിളിക്കാൻ പോകുക. കാരണം എനിക്ക് അറിയില്ല, ഞാനത് എൻ്റെ ആക്ടേഴ്സിൻ്റെ അടുക്കലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ടും മ്യൂസിക്കൊക്കെ സൈഡിൽ വെച്ച് പ്ലേസ് ചെയ്ത് മ്യൂസിക്കിൻ്റെ ഒക്കെ അകമ്പടിയിലൊക്കെയാണ് ഇമോഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെടുക്കേ പോയിട്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കുറേ ഇൻഫ്യൂരിറ്റീസ് ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഒരു പാറ്റേൺ ഇവർക്ക് ഡൈജസ്റ്റ് ആകുമോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ 360ാമത്തെ സിനിമയാണ്, 359 സിനിമയും എനിക്കൊരു ബാധ്യതയാകുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻസ് ആയിരുന്നു. അതാണ് ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ പറഞ്ഞാൽ ആന്റണി ചേട്ടൻ എന്താണെന്നും കൂടി ഉള്ളൊരു എന്നെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തി, അല്ലെങ്കിൽ എന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് നടത്തിയ ഒരു ടോക്ക് ഉണ്ട്, 5 മിനിറ്റ് ടോക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഞാൻ ഓക്കെ ആയി. അതിന് ആന്റണി ചേട്ടൻ പറഞ്ഞത് മലയാളത്തിൽ ഒരുപാട് പേര് ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അത് ആ മനുഷ്യനോടുള്ള റെസ്പെക്റ്റും കൊതിയും ഒക്കെയാണ്. അപ്പം തരുൺ ചെയ്യുന്ന സിനിമകൾ കണ്ടിട്ടാണ് ഞങ്ങൾ തരുണിനെ ഈ സിനിമ ഏൽപ്പിച്ചിരിക്കുന്നത്. അത്രയും നാള് രഞ്ജിത്ത് കൊണ്ടു നടന്നൊരു സിനിമ, അത്രയും നാള് രഞ്ജിത്തേട്ടൻ അത്രയേറെ പേഴ്സണലി, പ്രൊഫഷണലിനേക്കാൾ ഒരു പേഴ്സണൽ സിനിമയാണ് വിളിക്കുന്നത്, അങ്ങനെ ഒരു സിനിമ. അപ്പം തരുണിനെ ഏൽപ്പിക്കുമ്പോൾ തരുണിന്റെ വേൾഡിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. അപ്പം തരുൺ ഒരിക്കലും മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് വേണ്ടി ഒരു വേൾഡ് ഉണ്ടാക്കി അതിലോട്ട് പോകരുത്. അപ്പം പുള്ളി അങ്ങനെയാണ്, തരുണിന്റെ വേൾഡ് ഉണ്ടാക്കിയാൽ പുള്ളി അവിടെ നിന്നാൽ അയാളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടാകും എന്ന് ആന്റണി ചേട്ടൻ്റെ ഒരു ചെറിയ കോൺവെർസേഷൻ നിന്നാണ് ഓക്കെ എൻ്റെ വേൾഡ് അപ്പോൾ ഓക്കെ ആണ് എന്നൊരു തരുണിലേക്ക് എനിക്ക്. കാരണം എൻ്റെ ഒരു വേൾഡ് സെറ്റിങ്സ് ഒക്കെ ഓക്കെ ആണ് ഇവർക്ക്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ ഫിലിം മേക്കിംഗ് പരിപാടികൾ ഇപ്പൊ മേക്കിംഗ് വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ എൻ്റെ ഒരു പരിപാടികൾ ഇവർക്ക് ഓക്കെ ആണെന്നൊരു ഫീലിങ്സ് കിട്ടിയത് അപ്പോഴാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഓക്കെ ആയി. ഇത് ഷൂട്ട് തുടങ്ങുന്ന ഒരു 10 ദിവസം മുന്നേ. പിന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വേറെയാണ്. അടുത്ത ദിവസം ഷാജി ചേട്ടൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഷാജി ചേട്ടാ ഇത് നമ്മൾ ചില സീനുകളിലൊക്കെ ലാലേട്ടനെ കസേര ഒന്നും ഇരുത്തിയൊന്നുമില്ല, നമ്മളൊരു മൂലയിലൊക്കെ നമ്മൾ ഷാജി ചേട്ടൻ നിർത്തും, അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ അകത്തൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ ഷാജി ചേട്ടാ അത് എന്നൊക്കെ ആദ്യം കൺസേൺസ് ഉണ്ട് ഇവർക്കൊക്കെ. എങ്ങനെയാണ് നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ അത് നോക്കി തരുണിന്റെ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ അങ്ങനെ നിൽക്കാൻ പറ്റും. ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആരിയസിലൊന്നും ക്ലോസുകളില്ലല്ലോ, എല്ലാം ഒരു സ്റ്റേജിങ് പ്ലേകളാണ്. അതിൻ്റെ അകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രെയിമിനേക്കാൾ ഉപരിയായിട്ട് അതൊരു മൾട്ടിപ്പിൾ ആളുകളുടെ പ്ലേകളാണ് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ പോകാം എന്നൊക്കെ ഉള്ള ഡിസിഷൻ എടുക്കുന്നത് ഏതാണ്ട് ഈ ആന്റണി ചേട്ടന്റെ ഈ ടോക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കോൺഫിഡൻസ് അല്ല. ഏതെങ്കിലും ഒരു പക്ഷേ ലാലേട്ടന് വേണ്ടി ക്ലോസുകൾ വെക്കുന്ന അവസ്ഥയിലോട്ട് ഞാൻ ചിലപ്പം സെൽഫ് ടാർഗറ്റും വെക്കുമല്ലോ, അതിൽ ഞാൻ കംപ്ലീറ്റ്ലി മാറി. ലാലേട്ടനെ ഇപ്പം അതിൻ്റെ അകത്തൊരു പോലീസ് സ്റ്റേഷൻ സീക്വൻസിന്റെ അകത്ത് ബെന്നിയുടെ അടുക്കലും സംസാരിക്കുമ്പോൾ ഇർഷാദും മണിയമ്പള്ളി രാജേട്ടനുമാണ് സംസാരിക്കുന്നത്. മറ്റേ ലാലേട്ടൻ ബാക്കിൽ കൈയും തിരുമ്മി ഇങ്ങനെ നിൽക്കുവാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ സിറ്റുവേഷനകത്ത് ലാലേട്ടൻ നമ്മൾ ഇരുത്തി എങ്ങനെ നമ്മൾ ലാലേട്ടൻ്റെ അടുക്ക് നിൽക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അത് അങ്ങനെ ഇല്ല, അത് ഷൺമുഖനാണ്. അപ്പൊ അത് ഒരിക്കലും ലാലേട്ടനോ അതെന്താ മോനെ ഞാൻ അങ്ങനെ ഇരിക്കാൻ പാടില്ല എനിക്ക് എൻ്റെ അടുക്ക് ചോദിച്ചിട്ടില്ല. ഇപ്പം ആദ്യത്തെ പോലീസ് സ്റ്റേഷന്റെ പരിപാടികളൊക്കെ ലാലേട്ടൻ ഇത് എങ്ങനെയാണ് ഇത് നോക്കുമ്പം പാസിങ് പരിപാടികള്, മൂവ്മെന്റ് ക്യാമറകള് ഗിംബലുമായിട്ട് പോകുന്നപ്പം ആദ്യത്തെ ദിവസം ആയപ്പോഴത്തേക്കും ലാലേട്ടൻ ഇത് ഇങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ദിവസം ആയപ്പോഴും അടുത്ത ദിവസം നമ്മൾ രാവിലെ ലാലേട്ടൻ വരുമ്പോഴേ നമുക്ക്
എല്ലാരെയും വിളിക്കും, നമുക്കൊരു റിഹേഴ്സൽ ചെയ്യാം. ആ മൂഡിലോട്ട് ലാലേട്ടൻ എത്തി. ഒരു ടോട്ടൽ അല്ലേ? അപ്പൊ നമുക്ക് ഒരു സെറ്റ് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ. അല്ലെങ്കിൽ മിക്കവാറും ലാലേട്ടനെ വരാൻ ഞാൻ നിൽക്കും. എന്നിട്ട് ബാക്കി ജൂനിയേഴ്സ് ആർട്ടിസ്റ്റിനെ എല്ലാവരും വെച്ചിട്ട് നമ്മളൊരു പാസിങ്ങും റിഹേഴ്സൽ ഇട്ടതിന് ശേഷം ലാലേട്ടനെ കൊണ്ട് നിർത്തുക. എങ്ങനെയാണ് ആദ്യത്തെ 2 ദിവസം നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇത് അദ്ദേഹം കണ്ട് അടുത്ത ദിവസം ഞാൻ നിൽക്കാം റിഹേഴ്സൽ എന്നും പറഞ്ഞ് ഷാജി അത് ഓപ്പറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പറയുന്ന സിംഗിൾ ഷോട്ടുകളും അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് പോലീസ് സ്റ്റേഷൻ ട്രീറ്റ്മെന്റുകളും ഒക്കെ വന്നതിന്റെ പിന്നിൽ ഇങ്ങനെ ലാലേട്ടന്റെ ഒരു എഫേർട്ടും കൂടി ഉണ്ട്. ഇനി ഇതിലേക്ക് വരണം. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് അതൊരു അവിടെയാണല്ലോ നിങ്ങൾ ഓക്കെ ഞാനൊരു ട്രാക്കിലായി എന്ന് പറയുന്നത്. ഒരു ആസ് എ ഫിലിം മേക്കർ ഷൂട്ട് തുടങ്ങുകയാണല്ലോ. ഫസ്റ്റ് ഡേ ഷൂട്ട് ഞാൻ ആ പാർട്ട് സീക്വൻസിൽ ഈ പറയുന്ന സാരി വലിക്കുന്ന സീനാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒന്നാമത് അതെൻ്റെ ഒരു പേഴ്സണൽ സീനാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപ്പകാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും മുറ്റത്തിരുന്ന് സാരി കോട്ടൺ മുക്കിയ സാരി വലിക്കുന്ന കണ്ടു. അപ്പം അത് ഞാൻ അങ്ങനെ മറ്റ് സിനിമകളിലൊന്നും അങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല. അപ്പം അത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ആ ഫസ്റ്റ് സീൻ തന്നെ അത് വേണമെന്ന് ഞാൻ ബിനുവിനോട് പറഞ്ഞു. ചാർട്ട് ചെയ്യുമ്പോൾ ബിനു അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളത്. അങ്ങനെ അവരത് ചാർട്ട് ചെയ്ത് കൊണ്ടുവന്ന് പൂജ കഴിഞ്ഞിട്ട് ബാക്കിൽ എല്ലാ സെറ്റിങ്സും ചെയ്ത് സാരി പരിപാടി. അപ്പം അതിൻ്റെ അകത്തൊരു ഒരു പട്ടിയും കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ 2 ആളുകളും അല്ല അവിടെ അത് ആക്ച്വലി കോമ്പിനേഷൻ ആണ്. 2 ആളും കോമ്പോ. ഞാൻ അതിൻ്റെ ഹൈ ഉണ്ട്. ഈ പറയുന്ന ലാലേട്ടനും ശോഭന മാമിനുമാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് വെക്കുന്നത് എന്നുള്ളൊരു ഹൈ എനിക്കുണ്ട്. പേഴ്സണൽ ആയിട്ടൊരു ഭയങ്കരമായൊരു എക്സ്റ്റസീലാണ് ഞാൻ നിൽക്കുന്നത്. ഈ 2 ആളുകളും എൻ്റെ അടുക്കൽ ഇങ്ങനെ കൈകെട്ടി വന്നു നിന്നിട്ട് സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു മൊമെന്റിൽ നമ്മൾ നോക്കും ആരാണ് നമ്മളോട് സാറിന് വിളിക്കുന്നത്, ഇവരെയൊക്കെ നമ്മൾ എത്ര വട്ടം കണ്ടിട്ടുള്ളത്, നമ്മൾ കളിയാക്കുവാണോ. പക്ഷെ അവര് അതിനെ ആ രീതിയിലാണ് അത് കാണാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ നേരെ ബിനുവിനെ വിളിച്ചിരുന്നു. ബിനു ഈ പറയുന്ന സാരി ഒന്ന് സാർ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വലിക്കണം, എന്നിട്ട് മാം അങ്ങോട്ട് പോകുമ്പോൾ സാറിന്റെ ആ രീതിയിൽ ആ സാരി ഒന്ന് മടക്കണം. അപ്പൊ ഒരു ഡോഗ് ഇങ്ങനെ പാസ് ചെയ്തു. ഓക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ വൈഫ് നിൽപ്പുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും അപ്പുറത്തെ ജനലിൽ കൂടി നോക്കി നിൽക്കുന്നുണ്ട്, ഓൾ ക്രൂ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവത്തെ വിചാരിച്ചൊരു ആക്ഷൻ വിളിക്കുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്തു. അപ്പം ഡോഗിന്റെ പാസിങ് കറക്റ്റ് ആയില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് ഞാൻ അമ്മേനെ നോക്കും. അമ്മ പറഞ്ഞാൽ ശരിയായിട്ടില്ല, കുറച്ചും കൂടി നന്നാക്കണം എന്ന് അമ്മ അവിടെ നിന്ന് പറയുന്നത്. അപ്പം ഞാൻ ശോഭനോട് മാം കുറച്ചും കൂടി ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എനിക്കറിയാം. ഞാനപ്പോൾ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അമ്മ, വൈഫിന്റെ അമ്മ, എല്ലാവരും ജനലിൽ കൂടി ഇങ്ങനെ ഞാനത് ആക്ഷൻ പറയുന്നത് കാണാൻ വേണ്ടിയിരിക്കുന്നു. അപ്പം മാം അങ്ങനെ കോട്ടൺ സാരി ഒന്നും കൊടുക്കുന്ന ആളായിരിക്കില്ല. അപ്പം മാമിനോട് മാം കഞ്ഞി മുക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു വലിവ് ശരിക്കും വലിക്കണം. പിന്നെ സാറ് കുറച്ച് ഫൈറ്റിങ്ങും പരിപാടിയൊക്കെ ഉള്ള ആളാണ്. അപ്പം ആ വലിക്ക് മാമിന് കൺട്രോൾ കിട്ടരുത്, അങ്ങോട്ട് പോയി വീണേക്കണം. സെക്കൻഡ് ടേക്കിലായപ്പോഴത്തേക്കും അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജനലിൻ്റെ അവിടെ നിന്ന് അമ്മ. അപ്പൊ അത് നമുക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷവും ഈ പ്രൊഫഷണൽ എന്നുള്ളൊരു ബന്ധം മാറിയിട്ട് അതൊരു ഭയങ്കര പേഴ്സണൽ മൊമെന്റുകളിലോട്ട് മാറുന്നത് പോലത്തെ ഒരു ഫീലിംഗ്സ് ഉണ്ടായി. അതാണ് എൻ്റെ അവരോട് ഫസ്റ്റ് ഷോട്ട്. അവൻ ലാലേട്ടൻ അത് കഴിഞ്ഞ മോനെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് നാളെ വരാം. അപ്പൊ അന്ന് അത്ര ലാൽസണ് ഇതുള്ളൂ. പിന്നെ മാം ഞങ്ങൾക്ക് അന്ന് 2 ഷോട്ടുകൾ എടുക്കാണ്. പിന്നെ മാമും മോളും കൂടിയുള്ള സീക്വൻസും കൂടി എടുത്തു. അപ്പം ഞങ്ങൾ അന്ന് മാമിന് എനിക്കൊന്ന് ഏതോ ഒരു വനിതയുടെ എന്തൊരു ഫിലിം അവാർഡിന് വേണ്ടി പോകണം. അപ്പം ഞങ്ങൾ പോകാൻ നേരത്ത് ഹിറ്റ്ലറിലെ പാട്ടൊക്കെ ഇട്ട് മാമിനെ യാത്ര ചെയ്യപ്പോൾ കൊടുത്ത്. അപ്പം എന്നോട് ചോദിച്ചു, മാം ഇങ്ങനെ മ്യൂസിക്കലി ആണോ തരുൺ വർക്ക് ചെയ്യുന്നത്? ഞാൻ മാം എല്ലാം മ്യൂസിക്കലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കണം. അപ്പം പിന്നെ എൻ്റെ എനിക്ക് തോന്നുന്നു മാമിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്, അല്ലെ മാം എല്ലായിടത്തും പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മ്യൂസിക്കലിയാണ് സെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വലിയ സ്പീക്കർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് പാട്ടുകളുണ്ടാവും, പല എനിക്ക് ഇഷ്ടമുള്ള സോങ്ങുകളിടും, പല സമയത്തും പല കൈൻഡ് ഓഫ് മൂഡ് സെറ്റിങ്സ് ആയിരിക്കും. രാവിലെ വന്ന ഒരു പാട്ടുണ്ടാവും, ബ്രേക്കുകൾക്ക് പാട്ടുണ്ടാവും, സീൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് പാട്ടുകളുണ്ടാവും. അപ്പം കഴിഞ്ഞ ദിവസം എവിടെയോ മാം ഞാനും കൂടെ ഇരിക്കുന്നത് ദ വേ ഹി പുട്ട് മ്യൂസിക് ഇൻ യുവർ വർക്ക്, അതൊരു ആക്ച്വലി ആ സ്റ്റോറി വേൾഡിലേക്ക് ആളുകൾ എൻ്റർ ചെയ്യുന്നു. അതെ. അപ്പൊ അത് അങ്ങനെ ഇതാണ് ഈ എൻ്റെ ഒരു എനിക്കൊപ്പം അവര് വന്ന് നിന്നു എന്നുള്ളതാണ്. ഇപ്പം ഇത് രഞ്ജിത്തേട്ടനും സുനിലേട്ടനും ഒക്കെ കൊണ്ട് അത് അവരെന്നെ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് ഏൽപ്പിച്ചു. ഞാൻ അതിനൊരു ലോകമുണ്ടാക്കി. ആ ലോകത്തിലേക്ക് രഞ്ജിത്തേട്ടനും സുനിലേട്ടനും ലാലേട്ടനും ശോഭനമാമും ഒക്കെ വന്ന് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. തരുണിൻ്റെ സൗദി വെള്ളക്കിടയായിരുന്നു, നമുക്കറിയാം. തരുണിൻ്റെ 2ാമത്തെ സിനിമ തന്നെ ദേശീയ അംഗീകാരം കിട്ടിയ സിനിമയാണ്. അതിലിപ്പം
ഈ പറഞ്ഞ ഉമ്മ സഹോദരന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിൽ ഗംഭീരമായ ഒരു ഡയലോഗ് കൂടിയുണ്ട്. ഈ മഴ തോർന്നാല് കൂടാ എല്ലാവർക്കും ബാധ്യതയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ തരുണിന്റെ, എനിക്ക് തോന്നുന്ന തരുണിന്റെ സിഗ്നേച്ചറിന്റെ ഒരു മഴയുടെ തുടർച്ച നമ്മളിൽ കാണാം. എനിക്കിതില് ഏറ്റവും ഗംഭീരമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സീൻ എന്ന് തോന്നിയിട്ടുള്ളത് കൊടകൾക്കിടയിലൂടെ പട്ടിക്കുട്ടിയും വെച്ചിട്ട് പവന്റെ ക്യാരക്ടർ അല്ലെ, അതൊരു ഗംഭീര സീക്വൻസും ആയിരുന്നു. ആ ഇമോഷനാണ് സിനിമയുടെ എൻ്റെയർ ഇമോഷനായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. ഇതിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ട്രാക്കിൽ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ഷോട്ട് വേണം എന്നൊക്കെയുള്ള ഒരു സംഗതി. അതൊക്കെ ഏത് ഘട്ടത്തിൽ ആലോചിച്ചത്? അതൊരു ഇംപ്രൊവൈസ്ഡ് വേർഷൻ ആണോ, അത് അങ്ങനെ തന്നെയാണോ ആലോചിച്ചത്? ഇപ്പം ഈ ആ കൊടകൾക്കിടയിൽ ഈ പറയുന്നൊരു കറുത്തൊരു നായക്കുട്ടി ഇരിക്കുക എന്ന് പറയുന്നത് ആ ഓൺ സ്പോട്ടിൽ കിട്ടിയതാണ്. അപ്പം ഞാനങ്ങനെ കുറേ ആളുകളുടെ ട്രാവൽസും മഴയത്തോടെയുള്ള പോക്കും വരവും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാർ പോർച്ചിൽ കുറേ കുടകൾ ഈ അഭിനയിക്കാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ റീത്തും പരിപാടിയൊക്കെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ ഷായിച്ചേട്ടൻ എനിക്കൊരു ഭയങ്കര ഈ സിനിമയിൽ ഇപ്പം ചേട്ടൻ സംസാരിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ആളുകൾ സംസാരിക്കേണ്ട ഒരു ഷോട്ട് എനിക്കിവിടെ കിട്ടും എന്ന് തോന്നണം. ആ കറുത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു കുടകൾ ഇങ്ങനെ ഇരിക്കുന്നു, റീത്തും പരിപാടികൾ ഇരിക്കുന്നു, ആളുകൾ ചെരുപ്പുകൾ ഇരിക്കുന്നു, ഇതൊന്നും മനസ്സിലാക്കാണ്ടൊരു നായക്കുട്ടി അല്ലെങ്കിൽ ആ നായ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു, അപ്പൊ എനിക്കൊന്ന് ഷായിച്ചേട്ടൻ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു അപ്രോച്ചിലോട്ട് അടിമുടി ഒന്ന് നോക്കി, നിനക്കിത് സ്ഥിരം പരിപാടിയാണല്ലേ. ഞാൻ പറഞ്ഞു ശശ എടുക്കാതെ ഭയങ്കര ആൾക്കാർ സംസാരിക്കുന്നു. അപ്പൊ ഷായിച്ചേട്ടൻ അത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അത് ഷൂട്ട് ചെയ്ത് അത് ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു. ഒന്നെങ്കിൽ നായ അവിടെ ഇരിക്കുകയില്ല, അപ്പം അല്ലെങ്കിൽ നമ്മളിപ്പം ആക്ഷൻ പറയുന്ന സമയത്ത് ഈ ഡോഗിന് നമ്മൾ എന്തെങ്കിലും ബിസ്ക്കറ്റും പരിപാടിയൊക്കെ കൊടുത്തിട്ട്, അപ്പൊ ഈ മഴയൊക്കെ പെയ്യണ കൊണ്ട് ഇത് ഭയങ്കര ഒരു ഫിയർ ആവുന്നതാണ്. അതിന് വേണ്ടി കുറെ എഫേർട്ട് എടുത്തിട്ട് ആ ഷോട്ട് എടുത്തത്. എനിക്ക് അതിന്റെ ഫസ്റ്റ് അപ്രീഷിയേഷൻ കിട്ടുന്നത് ആ ഷോട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അത് എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രകാശ് വർമ്മ ആ ഷോട്ട് ഇങ്ങനെ കണ്ടിട്ട് വന്ന് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു. ബ്രില്യൻ്റ്. അത് ഇങ്ങനെയുള്ള പ്ലേസ്മെന്റുകളാണ് ഈ സിനിമയെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇത് കൈമോശം വന്ന് പോകാണ്ടിരിക്കട്ടെ നിറയെ തൊട്ടിങ്ങനെ അനുഗ്രഹിച്ചു. അല്ല, എനിക്ക് ടച്ച് ചെയ്ത സിനിമ 2 തവണ അത് വരുന്നുണ്ടല്ലോ. ഒരു പോയിന്റ് ഓഫ് വ്യൂ ചെറിയ മാറ്റമുണ്ട്. ഈ പറയുന്ന ഒരു കുറേ കൂടി വൈഡിൽ വരുന്നതാണ് ഏറ്റവും ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുണിന്റെ ക്രാഫ്റ്റും സിഗ്നേച്ചറും നമ്മൾ കാണുന്നിടത്ത് ദിസ് ഈസ് തരുൺമൂർത്തി ഫിലിം എന്ന് നമുക്ക് എല്ലാ തരത്തിലും തോന്നുന്നു. ഞാനത് ഈ സൗദിയുടെ തുടർച്ച പറഞ്ഞത്. അവിടെ ഇവിടെയും ഒറ്റപ്പെടലിനാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഒറ്റപ്പെടൽ പ്ലസ് ഈ പറഞ്ഞ ഈ കൊടകൾക്കിടയിൽ, ഈ റീത്തുകൾക്കിടയിൽ, ഈ വലിയ ആളാരോഹങ്ങൾക്കിടയിൽ അവര് മാത്രം പട്ടിയും കുട്ടി അവര് രണ്ടുപേരും മാത്രമാവുന്നു. നമ്മൾ അത്രയും ഇൻവോൾവ് ആയ ഒരു പ്രോജക്റ്റ് നിൽക്കുമ്പോഴേ നമുക്ക് ഈ നേച്ചർ കാണിച്ചിരുന്ന ചില സിമ്പിൾസ് ആണ് അതല്ല. അപ്പൊ നമ്മളിങ്ങനെ ചുറ്റും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഷൂട്ടിനിറങ്ങുമ്പോൾ ഇങ്ങനത്തെ മൊമെന്റുകൾ നമുക്ക് കിട്ടണേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം അങ്ങനെ അത് നമുക്ക് ഒരു ദൈവം കാണിച്ചു തന്നെ ഒരു സിമ്പിളാണ്. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, നീ അത് ഒപ്പിയെടുത്തോണം. അപ്പൊ അങ്ങനെ അതിന് നമ്മൾ 360 ഡിഗ്രിയിൽ ഇങ്ങനെ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. ആ വീടിന്റെ പശ്ചാത്തലം നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചക്ക പ്ലാവ് എന്നൊക്കെ പറയുന്ന പരിപാടിയും നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പം അതിപ്പോ ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ അതേ വിഷനിൽ തന്നെ സഞ്ചരിക്കുന്ന ഷാഹിച്ചേട്ടൻ ഇത് എന്റെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്ലാവ് നോക്കി നിൽക്കുന്നത്. നമുക്ക് ഇത് നമ്മുടെ പടത്തിന്റെ അകത്ത് വേണം, ഇത്രയും ഒരു ലാലേട്ടന്റെ പടത്തില്. അപ്പം എന്നെ കാണിക്കും, ചേട്ടാ എക്സൈറ്റഡ് ആണ്, നമുക്കിത് ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന. അപ്പൊ ഇപ്പൊ എന്റെ ADs ആണെങ്കിൽ പോലും ചില സമയത്ത് ചേട്ടാ ഇവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന ചില സിംറ്റംസ് എനിക്ക് തരും. എന്താ പറയാ, ഇപ്പൊ നമ്മള് അഴയില് അണ്ടർ ഗാർമെന്റ്സ് വരെയും തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അവന്മാർക്ക് തരുൺ ചേട്ടൻ ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിലിംഗ് നോക്കും എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവന്മാർക്ക് രാവിലെ ഒരു ഓട്ടം ഉണ്ട്. അപ്പൊ അത് ഞാൻ പറയണമെന്നില്ല. അപ്പൊ അവർക്ക് അതിപ്പോ എന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന ADsന് വളരെ കൃത്യമായിട്ട് ഞാൻ ഡീറ്റെയിൽസ് നോക്കും. ചില സീനുകളിൽ നമ്മള് എന്താ പറയാ, ഇവര് മണിയനെ തപ്പി പോകുന്ന യാത്രയുണ്ട്. അപ്പൊ അവിടെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും നമ്മുടെ സിനിമയുടെ ക്രക്സ് എലിമെന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പൊ അതിൻ്റെ അകത്തൊരു നമ്മള് കെവിന്റെയും നീനുവിന്റെയും ഒരു സിംബോളിക് റെപ്രസെന്റ്, അത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. ഞാൻ അതെങ്ങനെ പ്ലേസ് ചെയ്യും, ഞാൻ ഒന്നല്ലെങ്കിൽ ഒരു പോസ്റ്റർ എലിമെന്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാരിക്കേച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ദിവസം ഞാൻ രാവിലെ വരുമ്പം അത് അവിടെ ഉണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്കൊപ്പം ഇവർ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ
ഒരു കുറെ പാട്ടുകൾക്കിടെ ഇതാണോ തരുണിന്റെ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന പോലെ തരുണിലേക്കും അല്ലെ തരുണിന്റെ സ്റ്റോറി വേൾഡിലേക്കും പ്രവേശിച്ചവരാണ് തരുണിന്റെ ടീം. അതെ 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 അവര് എനിക്ക് ഞാൻ ഈ നമ്മള് തുടരും സീൻ ഇപ്പൊ ഞാൻ ഇതിന്റെ റീ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം സുനിലേട്ടനും ചെന്തേട്ടനും അത്ര പേഴ്സണലായിട്ട് കൊണ്ടുവന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലൂടെ ഏൽപ്പിക്കുമ്പോൾ ഞാനൊരു റീ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ആ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് പ്രോസസ്സ് മുതൽ ഇവർ എൻ്റെ ചുറ്റിനുണ്ട്. ഞാൻ ആ സീൻ ഒന്ന് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ ആ സീൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മുതൽ, അല്ലെങ്കിൽ ആ സീനുകൾ വർക്ക് ചെയ്തതിന് ശേഷം സുനിലേട്ടനുമായിട്ടുള്ള ഡിസ്കഷൻ ഞങ്ങൾ ഇരിക്കുന്ന സ്പേസിലൊക്കെ അത് ഒരു ഹൈയാർക്കി മോഡലല്ല. ഇവരും എൻ്റെ കൂടെ ഉണ്ട്. ഇവര് ഞാനും സുനിലേട്ടനും ഉറങ്ങുന്ന അതേ ബെഡിൽ തന്നെയാണ് ഇവരും കിടന്നുറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പൾസ് അറിയാം. ഇപ്പൊ ഇപ്പൊ കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സുനിലേട്ടന്റെ രീതികൾ അറിയാം. അപ്പം ഇപ്പം നമ്മള് എന്താണോ സുനിലേട്ടൻ മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ കാട്ടിലെ ട്രാവൽസിലോട്ട് നമ്മൾ പോയേക്കുന്നത്. ഞാൻ ശരിക്കും അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ കാട്ടിലെ ട്രാവലിലോട്ട് പോകുന്ന സമയത്ത് സുനിലേട്ടൻ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് വേണം, മഞ്ഞ് ഇങ്ങനെ ഇവിടെ യാത്രയിൽ ഇങ്ങനെ ഈർപ്പം കയറി. അപ്പം ഞാൻ നോക്കുമ്പോ ഇവന്മാരും ഷുഗിൽ നിന്ന് മറ്റേ സ്പ്രേ അടിച്ച് അപ്പൊ ഞാൻ എന്താടാ സുനിലേട്ടന്റെ ഈർപ്പം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് വണ്ടി കോടയിലേക്ക് അല്ലെ അങ്ങനെ ഒരു തടുപ്പിലേക്ക് കയറി എന്നുള്ളത് വണ്ടിയിലെ അതിന്റെ ഗ്ലാസിലും എല്ലാത്തിലും അറിയണല്ലോ. അത് ഞാൻ എന്റെ ടീമിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം ഞാൻ അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ടീമാണ്. ഇവരാരും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊന്നുമല്ല. ഞാനിങ്ങനെ ഓപ്പറേഷൻ ജാവയിൽ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, നമ്മളൊരു ഫസ്റ്റ് സിനിമ ആയിരുന്നു, കുറച്ചും കൂടി ആളുകളെ നമ്മൾ ഹയർ ചെയ്ത് വന്നത്. ഇതങ്ങനെയല്ല. ഓപ്പറേഷൻ ജാവയുടെ അവസാന സ്റ്റേജൊക്കെ എത്തിയപ്പം ആഫ്റ്റർ കോവിഡിന് ശേഷം നമുക്ക് ആരും ഇല്ല, എല്ലാവരും. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും പ്രൊഫഷണലി വന്ന ആളുകളല്ല, എല്ലാവരും അവരുടെ വഴിക്ക് പോയി. ഞാൻ നോക്കും, ഞാനും നിഷാദ് ദിവസവും മാത്രമേ ഉള്ളൂ എഡിറ്റിംഗ് ടേബിളിൽ. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര നിഷാദ് എവിടെ തരണേ അസിസ്റ്റൻസ് പറയുമ്പോൾ എനിക്ക് ഇപ്പം നമ്മുടെ ഇപ്പം ഒറ്റക്കൊമ്പൻ ചെയ്യുന്ന മാത്യൂസ് ഉണ്ട്. മാത്യൂസ് ആണ് ഇടക്ക് എന്നെ വിളിക്കുകയും എന്നോട് ഓക്കെ അല്ലേ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത്. ബാക്കി നോക്കുമ്പം ഞാൻ ഭയങ്കര ആയുധമില്ലാത്ത ഒരു യോദ്ധാവായിട്ട് യുദ്ധം നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്, ഇതല്ല, നമ്മളൊരു ഫാമിലി ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പം മോഹിത്ത് എന്ന് പറഞ്ഞ ആളെ, സനു എന്ന് പറഞ്ഞ ആളെ, ഇപ്പൊ മോഹിത്തിനെ ഞാൻ സെലക്ട് ചെയ്യണം അവന്റെ കോർഡിനേഷൻ സ്കില്ലും അവന്റെ റൈറ്റിംഗ് സ്കില്ലും കണ്ടിട്ടാണ്. അപ്പൊ അവന്റെ ചില ഫേസ്ബുക്കിൽ എഴുത്തുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊരു ഹയറിംഗിലൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യും, നിങ്ങൾക്ക് സിനിമയും നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള നിങ്ങളെ സേഫ് ആക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ ഇടുക്കിയിൽ എവിടെയോ കിടന്നൊരു സനുവാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടൊരു പയ്യനാണ്, ചേട്ടാ ഇങ്ങനെ ഭയങ്കരമായിട്ട് റിവ്യൂസ് ഒക്കെ എഴുതുന്ന ഒരു പയ്യനുണ്ട്, സനു എന്നാണ് പേര്, ചേട്ടനെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പം ഞാൻ അവൻ്റെ ആ ഇടുക്കിക്കാരൻ്റെ ഒരു സത്യസന്ധത ഉണ്ടല്ലോ, എല്ലാം വെട്ടി തുറന്ന് പറയുന്ന, ഇഷ്ടക്കേടുകൾ പറയുന്ന അങ്ങനെയുള്ള സനു വന്നു. ഇപ്പം ആൽവിൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ വൈക്കംകാരനാണ്, എഡിറ്ററാണ്. അപ്പം അവൻ്റെ സ്കില്ല് മൊത്തം എഡിറ്റിങ്ങിലാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും റെഫറൻസുകളോ ഷോർട്ട് റെഫറൻസുകളോ ഒക്കെ വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയാണെങ്കിൽ അവൻ എടുത്തുകൊണ്ട് വരും. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ടീം. ആർവിഷേട്ടൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ പ്രായമുള്ള ആളാണ്, 42 വയസ്സോളമായി. അപ്പം ആർവിഷേട്ടൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു IT പ്രൊഫഷൻ രാജിവെച്ചിട്ടാണ് ഇതിൽ വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ആർവിഷേട്ടൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്കിൽ നിന്ന് ഞാനൊരു ഫോളോ അപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അത് IT-യുടെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരാളുണ്ട് ടീം. പിന്നെ ഇതെല്ലാം അല്ലാണ്ട് ഒരു സിംഹത്തെ പോലെ മനുഷ്യൻ ബിനു പപ്പു എവിടെ വേണമെങ്കിലും ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതും മേടിച്ചോണ്ട് വരുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു. ഞാൻ കുറച്ചും കൂടി ന്യൂട്രൽ അല്ലെങ്കിൽ കുറച്ചും കാം ക്വയറ്റ് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ടീമിൽ ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിലെ പുലി എന്നുള്ളതാണ്. ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരേനേയും കൊണ്ട് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ബിനു ഉണ്ട്. ഇപ്പം പ്രകാശ് മധു, പ്രകാശ് ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രകാശൻ എന്നെ പോലെ ഞങ്ങളുടെ ഭയങ്കര കാം കമ്പോസ്ഡ് ആയിട്ടൊരു പ്രകാശൻ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അസോസിയേഷൻ. ഭയങ്കര രസമുള്ളൊരു കക്ഷിയാണ്. ഭയങ്കര ബഹളങ്ങളൊന്നും ഇല്ല, എന്നാൽ വർക്കുകളിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ചാർട്ടിങ് കാര്യങ്ങളെല്ലാം. അങ്ങനെ പ്രകാശേട്ടൻ, ശംഭു. അപ്പൊ ഇവര് ഉള്ളിടത്തോളം കാലം എനിക്കൊരു യുദ്ധത്തിനിറങ്ങാനും പേടിയില്ല. അപ്പൊ ഇവര് എന്ന് വെച്ചാൽ നമ്മൾ ഇവരെല്ലാരും എല്ലാ തവണയും നമ്മളിങ്ങനെ കെട്ടിമുറുക്കി ഇടുന്നു എന്നുള്ളത്. അപ്പൊ അവര് ബിൽഡ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും തരുൺ ചേട്ടന്റെ സിനിമ നന്നാകണം എന്ന് പറഞ്ഞ ആഗ്രഹം. അപ്പൊ അവര് ഓരോരുത്തരും മോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ ഒരാൾ വരുമ്പോ തരുൺ ചേട്ടന്റെ രീതികൾ ഇങ്ങനെയാണ്, തരുൺ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിന്ന് കൊടുക്കുക. അപ്പം ഞങ്ങൾ പോയാലും തരുൺ ചേട്ടന് ഒരു നഷ്ടം ഉണ്ടാവരുതെന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് ഇടയിലൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താ പറയാ, അത് ഞാൻ പറയാം, എന്റെ വീട്ടിലാണ് ഇവര് വന്ന് കിടക്കുന്നത്. എന്റെ അച്ഛനും അമ്മയ്ക്കും
ഞാനിപ്പോൾ എറണാകുളത്താണ്, പക്ഷേ വൈക്കത്ത് ഇവരാണ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. ഇവര് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും കാസ്റ്റിങ്ങിന് സമയത്തും ഒക്കെ അച്ഛനുമായിട്ട് ഭയങ്കര കമ്പനി. അപ്പൊ അതൊരു എന്താ പറയാ, മോർ ദാൻ ഒരു പ്രൊഫഷണൽ ബന്ധത്തെക്കാളും ഒരു കൂട്ടുകുടുംബമായി. എല്ലാ പൾസസും അറിയാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സിനിമയുടെ ബ്യൂട്ടി. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തമ്മിലുള്ള ബോണ്ടിങ് ചില നോട്ടങ്ങൾ കൊണ്ട് തന്നെ. വലിയ വഴക്കും ബഹളങ്ങളൊന്നും ഞങ്ങൾ സെറ്റിൽ, ഈഗോസ് ഇല്ല. അത് അവൻ ചെയ്തതാണ്, ഇവൻ ചെയ്ത്, നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ആര് ചെയ്താലും അത് ഞാൻ അവരോടൊക്കെ പറയണത്, സിനിമ നന്നായാലേ നമ്മളൊക്കെ ഉള്ളൂ. അത് നീ ചെയ്തതാണെന്നോ ഞാൻ ചെയ്തതാണെന്നോ അല്ല അത് ഇന്ന ആൾ ചെയ്തതാണെന്നോ എന്നല്ല. ഇതെല്ലാം നമ്മളൊരു കഥയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്നതാണ്. അതിന് നമ്മൾ എപ്പോഴും എന്താണ് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കൾച്ചർ ഉണ്ടാക്കാൻ അത് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കട്ടെ. ഉറപ്പായും. ഇതിപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു മോഹൻലാലിന്റെ ബർത്ത്ഡേ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മാഷപ്പ് വീഡിയോ ഉണ്ട്. നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ഒരുപാട്, നമ്മൾ ഈ ആക്ഷൻ സീക്വൻസ് അതിന്റെ സ്വാഗ് എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുന്ന മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ സതയവും കിരീടവും അങ്ങനെ പലതരം സിനിമകളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ആയിരിക്കും. മോഹൻലാൽ നമ്മൾ പറയാവുന്നെങ്കിൽ മോഹൻലാലിന്റെ ഏറ്റവും സിഗ്നേച്ചർ മോഹൻലാൽ കരയുന്ന, ഇമോട്ട് ചെയ്യുന്ന അങ്ങനെ മൊമെന്റ്സ് ആയി. ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ തരുൺ ഇത് എത്രയോ വട്ടം കണ്ടതായിരിക്കും. അതേ മോഹൻലാലിനെ വെച്ചിട്ട് ഒരുതരം പുതുക്കൽ സാധ്യമാവുന്ന രീതിയിൽ ഈ പെർഫോമൻസ് സ്പെസിഫിക് ആയി കഴിഞ്ഞാൽ ബാത്റൂം സീൻ ഞാൻ മനസ്സിലാക്കുന്നത് തരുൺ ഈ പറയുന്ന ഒട്ടും അതിശയോക്തി അല്ലാതെ കട്ട് പറയാൻ പറ്റാതിരുന്ന തരത്തിലുള്ള ഒരു സീനായിരുന്നു. ആ സീനിന്റെ ഒരു കൊറിയോഗ്രഫിയും അതിന്റെ എക്സിക്യൂഷൻ ജസ്റ്റ് പറയാമോ? ഞാൻ ലാലേട്ടനെ വർക്ക് ചെയ്യുന്നത്, അതിനോട് ചേർത്ത് ഞാൻ പറയാം, ലാലേട്ടനെ വർക്ക് ചെയ്യുമ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ഏതെങ്കിലും സിറ്റുവേഷൻ എനിക്കൊരു പേഴ്സണൽ മൊമെന്റ് കിട്ടുമ്പോൾ, കാരണം നമ്മൾ അടുത്ത ആഴ്ച ഇങ്ങനൊരു സീക്വൻസ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇക്കിൾ സീൻ. അപ്പം ഞാൻ ലാലേട്ടൻ ഇൻട്രൊഡക്ഷൻ എടുത്തോണ്ടിരിക്കുന്നത്, ഞാൻ ലാലേട്ടനെ കുറച്ച് നേരം കാറിൻ്റെ അകത്തുണ്ടായിരുന്നു, വർത്തനൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഷോട്ട് ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ നമ്മൾ അടുത്ത ആഴ്ച പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ ഇക്കിൾ സീൻ ആഡ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഇതൊരു ഇക്കിളിട്ട് അഭിനയിച്ചിട്ടില്ല. ലാലേട്ടൻ ഇങ്ങനെ ആലോചിക്കും, ശരി ഞാൻ ഇക്കിളിട്ട് അഭിനയിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഇക്കിളിട്ട് അഭിനയിക്കുന്ന ലാലേട്ടൻ്റെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമാണ്. അപ്പം പുള്ളി അതൊരു പണ്ട് മേ ബി എനിക്കത് ഭയങ്കര വർക്കൗട്ട് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇപ്പൊ ലുക്കുവിന്റെ അടുത്ത് ഇത് പറയാറുണ്ട്. ലുക്കുവിന്റെ ഒരു ഭയങ്കര ഇമോഷണൽ സീൻ ചെയ്യണതിന് ഒരാഴ്ച മുമ്പ്, ലുക്കു നമ്മൾ അടുത്ത ആഴ്ച ഒരു ഇമോഷണൽ നിനക്ക് കൈ കിട്ടാൻ പറഞ്ഞ സീൻ അവനെ ഇങ്ങനെ പമ്പ് ചെയ്ത് നിർത്തണം. ഞാൻ ചുമ്മാ അതുപോലെ ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ പറഞ്ഞ് ഒരു ഇക്കിൾ സീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടനെ ഇങ്ങനെ അതിങ്ങനെ കൊതിയ. അപ്പൊ ആ ഒരാഴ്ച കണ്ടുള്ള ദിവസം പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഇക്കിൾ സീനാണല്ലേ. അപ്പം പുള്ളി അത് നന്നാക്കാനായിട്ട്. അപ്പം എനിക്ക് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ ചെയ്തൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ടൊരു സീൻ ഇക്കിൾ സീനാണ്. അത് ഭയങ്കരമായിട്ട് പുള്ളി അത് എൻജോയ് ചെയ്യും. അപ്പം എൻ്റെ അടുക്കൽ അതെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് പണ്ട് ഈ പറയുന്ന ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകാൻ നേരത്ത് സ്റ്റേജ് ഷോയുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ഒരിക്കൽ വന്നു, അത് നിൽക്കുന്നില്ല. അപ്പൊ എനിക്കിത് ചെയ്യുമ്പോൾ അതാണ് എൻ്റെ മെമ്മറിയിൽ കിടക്കുന്നത്. അപ്പൊ അത് എങ്ങനെ നിർത്താൻ പറ്റും? അത് എവിടെ നിന്നും എന്തോ ടാബ്ലറ്റ് കഴിച്ചു, എന്തോ ഇഞ്ചക്ഷൻ എടുത്തു, ഒന്നും മാറിയില്ല. അവസാനം എങ്ങനെയോ അത് മാറി എന്ന് പറയണം. അപ്പം എനിക്ക് ആ ഒരാഴ്ചത്തെ ലാലേട്ടൻ അങ്ങനെ കൗതുകം കാണുന്നത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. ഒരു ആക്ടർ എന്ന് വെച്ചാൽ ആ ഒരാഴ്ച മൊത്തം പുള്ളി അത് പ്രിപ്പയർ ചെയ്യുന്നൊന്നല്ല, പക്ഷെ പുള്ളിയുടെ മെമ്മറിയിൽ എവിടെയോ ഇങ്ങനെ ഒരു സാധനം അതിന്റെ ഒരു അപ്പൊ അത് ഞാൻ പ്രിപ്പയർഡ് ആണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബാത്റൂം കളിച്ചത്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ അത് നമുക്ക് ഒരു ടോട്ടൽ കൊളാപ്സ് വേണ്ട ഒരു സീനാണ് അത്. അപ്പം അത് മുന്നേ എങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ അതിന്റെ ബ്രീഫ് എന്താ അങ്ങനെ പറയാം? അപ്പം ഞാൻ അത് ഈ ഒരാഴ്ചക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ബാത്റൂം സീക്വൻസ് ഉണ്ട് ചേട്ടാ, അത് ഫുള്ള് നനഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി മെന്റലി പ്രിപ്പയർ ആവും, നനയുക എന്നൊക്കെ ഉള്ളതിൻ്റെ അത് മെന്റലി. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാത്റൂം സീക്വൻസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ ബ്രീഫിങ് വളരെ സിമ്പിളായിരുന്നു. ചേട്ടാ മുഖം പൊത്തരുത്, എനിക്ക് മുഖം പൊത്താണ്ട് കരയണം. അപ്പോൾ ചേട്ടാ മുഖം പൊത്താണ്ട് കരയണം അല്ലേ, ഓക്കെ. ഞാൻ പറഞ്ഞു എത്രത്തോളം റോ ആയിട്ട് വായിന്ന് ഉമ്മിനീര് പോലും പുറത്തേക്ക് വന്നാൽ പോലും കുഴപ്പമില്ല, ബി റോ, അത്രയും റോ ആയിട്ട് പോവുക. പിന്നെ ടോട്ടൽ കൊളാപ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അത് വേറെ ഒച്ച, തൻ്റെ കരച്ചിന് ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ടാപ്പ് തുറന്നിട്ടിരിക്കുന്നു, പുറത്ത് ഭാര്യ മകനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പം കരച്ചിൽ കേൾക്കാണ്ടിരിക്കാൻ പുറത്ത് ശബ്ദം കേൾക്കാൻ പാടില്ല. അത്രയേറെ ഇമോഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി മ്യൂസിക്കലിയാണ് വർക്ക് ചെയ്യണം, ഒരു ഓൾറെഡി റെഫറൻസ് മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ സെറ്റ്. അപ്പോൾ ഏതാണ്ട് ആ ഷോട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പോലെ തന്നെ മ്യൂസിക്കലി, അതെ, വളരെ ലിമിറ്റഡ് സ്പേസ്. അപ്പം
എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയില്ല. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ ഒരു ആക്ടറിന്റെ അടുക്കൽ പോയിട്ട് ലാലേട്ടൻ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞു, മുഖം പൊത്താതെ കരയുക, ഏറ്റവും റോയ് ആകുക, കൊളാപ്സ് ആകുക. അപ്പൊ ഈ കൊളാപ്സ് ആകുക എന്നുള്ളതിന് ഞാൻ എന്താ, എന്റെ മൈൻഡിലെ കൊളാപ്സ് എന്ന് പറയുന്നത് അമ്മ അപ്പുറത്ത് നിന്ന് മോനെ നമുക്ക് കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ബുദ്ധിമുട്ടിൽ അവിടെ ഇരുന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി ടോപ്പിൽ സ്ലൈഡറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഷാജി ചേട്ടൻ ക്ലോസുകൾ എടുക്കാൻ വേണ്ടി അപ്പുറത്തിരിപ്പുണ്ട്. ഇപ്പം ഷാജി ചേട്ടൻ എന്തും സംഭവിക്കാം. അപ്പം ഞാനും പാനിക് ചെയ്ത് എന്താണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള എക്സൈറ്റ്മെന്റും പാനിക്കും ഒക്കെയാണ്. അപ്പോൾ ഇത് ഓൾറെഡി പ്രകാശ് വർമ്മ എൻ്റെ അടുക്കൽ വന്നിരുന്നു. കാരണം പുള്ളിക്ക് ഇത് വിറ്റ്നസ് ചെയ്യണം എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പം പ്രകാശ് വർമ്മ എൻ്റെ തൊട്ട് അടുത്ത് വന്നിരിപ്പുണ്ട്. ബിനു എൻ്റെ തോളത്ത് ഇങ്ങനെ കൈ വെച്ച് നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ മ്യൂസിക് ഇട്ട് സാർ ആക്ഷൻ. അപ്പം എപ്പോഴും ഷോട്ടിന് മുന്നേ നമ്മൾ ആക്ടറിന്റെ പേര് വിളിക്കും, ബെൻസ് ആക്ഷൻ എന്ന് വിളിക്കും. അപ്പം ചുമ്മാ അത് ഇതിന് മുമ്പത്തെ സിനിമകളിലൊക്കെ അങ്ങനെ തന്നെ ഉമ്മ ആക്ഷൻ തന്നെ വിളിക്കാം. അപ്പം ബെൻസ് ആക്ഷൻ എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് മ്യൂസിക്കലി വരുന്നു, ഈ മനുഷ്യൻ പെർഫോം ചെയ്ത് തുടങ്ങുന്നു. പെർഫോം ചെയ്ത ലോങ് ലെൻസ് ഷോട്ടുകൾ. അപ്പം ഇടയ്ക്ക് ലാലേട്ടൻ മുഖം പൊത്താനായിട്ട് മുഖം പൊത്തുന്നുണ്ട്. പിന്നെ അത് മുഖം എന്താണോ മുഖം പൊത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അത് കഴിഞ്ഞ് പുള്ളി കംപ്ലീറ്റ്ലി ഹാൻഡ് വേക്കൻ്റ് ആക്കിയിട്ടും ടോപ്പിലോട്ട് നോക്കി കരയുന്നുണ്ട്. കരഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഭിത്തിയിൽ പോയി ഇങ്ങനെ ചേർന്നതിന് ശേഷം മ്യൂസിക്കലി ഹൈ ആയിട്ട് തന്നെ നിൽക്കണേ. അപ്പം കൊളാപ്സ് എന്ന് പറയണ, അപ്പം ഞാനാണ് അവിടെ നിന്ന് പറയണത് ഈ ശോഭന മാമിന്റെ ശബ്ദത്തിൽ നമ്മളെ മോനെ കാണാൻ പോയിരുന്നോ എന്നൊക്കെ ഞാനാണ് മൈക്കിൽ കൂടി പറയണത്. അപ്പൊ അത് ലാലേട്ടൻ ഇങ്ങനെ കണ്ട് വാ പൊത്തി ടക്ക് എന്ന് പറഞ്ഞ കാലം അങ്ങോട്ട് സ്ലിപ്പാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ റാൽഫിന്റെ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഏറെ കയറുമെന്ന് ഓർത്താണ്. കാരണം ആ ഒരു ഷൂട്ട് നമ്മളൊരു സിനിമയുടെ റിലീസിന് മുന്നേ അത് പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പക്ഷെ ഇപ്പൊ അത് പറഞ്ഞാൽ അതാണ് ആ സീൻ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായപ്പോ എന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ വീണത് മോഹൻലാലാണ്. അത് ലാലേട്ടൻ എന്തെങ്കിലും പറ്റിക്കാണോ, അത് നമ്മള് ഇനി എന്താ പറയാ അദ്ദേഹത്തിന്റെ സ്ലിപ്പ് അത് അത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറ്റിക്കാണോ, അതും ഈ പറയുന്ന 65 ഏജ് ആയി. അപ്പൊ അങ്ങനെ ഒരു ആക്ടറിനെ നമ്മൾ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളൊരു എന്തെങ്കിലും വരുമോ എന്നൊക്കെ ടെൻഷനിൽ ഞാൻ മൈക്ക് എടുത്തു കട്ട് വിളിക്കാൻ. അപ്പം പുള്ളി പെർഫോമൻസ് നിർത്തുന്നില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഇത് പെർഫോമൻസ് ആണോ അബദ്ധം പറ്റിയതാണോ വീണു. അപ്പം ഞാൻ വീണ്ടും മൈക്ക് പ്രകാശ് വർമ്മയാണ് എൻ്റെ തൊടയിൽ കയറി പിടിച്ച് ദിസ് ഈസ് ദ ഗിഫ്റ്റ് ദാറ്റ് ഹി ഈസ് ഗിവിങ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായത്. അപ്പം ബിനു എൻ്റെ പുറകെ നിന്നിട്ട് ഇങ്ങനെ ബിനുവിൻ്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ തോളത്തിങ്ങനെ ഒഴിച്ച് കിട്ടി മോനെ കിട്ടി, അത് നിനക്ക് പുള്ളി തരുന്ന നാളാ എന്ന് പറഞ്ഞു. അത് അപ്പം ഞാനത് മൈക്ക് വെച്ചത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ലെങ്തി ഷോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുൾ പെർഫോമൻസ് ഞാൻ കട്ട് വിളിച്ചു. ഞാൻ ഓടിച്ചെന്ന് ആരും എടുക്കല. സാർ ഓക്കെ അല്ലേ? ഓക്കെയാണ് മോനെ എന്ത് മോനെ ഓക്കെ അല്ലേ എന്ന്. സാർ ഓക്കെയാണ്, ഇത് എല്ലാം മോനെ ഓക്കെയാണ്, അതെന്താ പ്രശ്നം? അപ്പൊ ഞാൻ ഷാഹിച്ചേട്ടൻ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. കാരണം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷോട്ട്. ഷാഹിച്ചേട്ടൻ ഈ പറയുന്ന അത്രയും വലിയ ഇതാണെങ്കിൽ ചെറിയ ഇമോഷൻസിനൊക്കെ കണ്ണൊക്കെ നിറയും. ഞാൻ ഷാഹിച്ചേട്ടൻ്റെ ഇടയ്ക്ക് പോയി, ഷാഹിച്ചേട്ടാ അത് ഇപ്പം എന്താ സംഭവിച്ചത്? ഷാഹിച്ചേട്ടൻ പറഞ്ഞു, എടാ എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പം ആ ഷോട്ടിന് തൊട്ട് മുമ്പ് തോള് വെച്ചിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ഏതോ മൈൻഡിൽ കൊളാപ്സ് എന്ന് നീ പറഞ്ഞപ്പം ചിലപ്പം പുള്ളിക്ക് അങ്ങനെ ചെയ്യാനായിരിക്കും തോന്നിയത്. പക്ഷെ അപ്പം ആ ഷോട്ട് കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് കാലിൻ്റെ ഒക്കെ ക്ലോസുകൾ എടുക്കാനുണ്ടായിരുന്നു. ക്ലാസ്സുകൾ എടുത്ത് മോൻ തിരിച്ചു പോകാൻ നേരത്ത് ജസ്റ്റ് ആ മൗണ്ടൻ്റെ അവിടെ വന്ന് എൻ്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മൗണ്ട് നോക്കും. ഓക്കെ. പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. കാരണം ഒരു മോഹൻലാലിനെ നിലത്ത് കിടത്തി അഭിനയിപ്പിച്ചത് എന്ത് തോന്നും. അപ്പം ഞാൻ കുറച്ച് ഞാൻ ലാഡൻ്റെ പോയി. ലാഡൻ അത് കഴിഞ്ഞിട്ട് ആ കാർ പോർച്ചിലാണ് വന്നിരുന്നത്. ഞാൻ കുറച്ച് നടത്തുന്നു, ഓക്കെ അല്ലേ അങ്ങനെ? ഞാൻ ഓക്കെയാണ്. അതിനിപ്പോൾ എന്താ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ, അതങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ എനിക്കത് വീണപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി പോയത്. ഓക്കെ, വേറെ എന്തെങ്കിലും നമ്മൾ സ്കാനിങ്ങോ മോനെ ഞാൻ ഓക്കെയാണ്, സൗണ്ട് ഒന്ന് മാറി. അപ്പൊ ഞാൻ ഓക്കെ. അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് ആഷിഖിന്റെ കൂടെ ആയിരുന്നു, എത്ര നാളായി നിങ്ങളിങ്ങനെ ടീമായിട്ട് നിൽക്കുന്നത്? അപ്പം ആ ഘട്ടത്തിലാണ് ലാഡുണ്ടെങ്കിൽ അപ്പം ബിനു ആഷിഖ് അബുവിന്റെ കൂട്ടത്തിൽ വന്നു, ഞാനും ആഷിഖിൻ അബുവിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ അങ്ങനെ അല്ലാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞ പ്രിയൻ സാറും ലാലേട്ടനും സത്യൻ സാറും ഒക്കെ ചെയ്യുന്ന പടങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫിലിം സ്കൂളൊന്നും ഇല്ല. ലാലേട്ടനും ചിരിച്ച് പിന്നെ അടുത്ത ഷോട്ടിലോട്ട് പോയി. അവന് പറഞ്ഞു, നമ്മളിങ്ങനെ ഇന്ന് മൊത്തം മഴ നനയണം, ഇന്ന് മൊത്തം നനഞ്ഞു കുതിർന്ന് ഞാൻ അഭിനയിക്കണം. ചെയ്യാം.
അത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഫീഡിങ്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫീഡിങ് ആണ് ഈ കൈ ഒടിക്കുമ്പം ഉള്ള ഒരു ചിരി. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒരു 10 ദിവസത്തിന് മുന്നേ സ്റ്റേഷനിൽ ഒരു സീക്വൻസ് ഉണ്ടെന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളിങ്ങനെ കമ്പത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞ ഈ പവിത്രത്തിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ചവയ്ക്കുന്ന പോലത്തെ ഒരു മാനസം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ പിടിവള്ളി മൊത്തം വിട്ട് നിൽക്കണം. അയാള് മൊത്തം അയാൾ ചിലപ്പം സൈക്കാട്രിക് എന്തൊക്കെയോ അയാളുടെ മെന്റലി അയാൾ സ്റ്റേബിൾ അല്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും അയാൾ ചെയ്യാതിരിക്കില്ല കേട്ടോ. ലിറ്ററലി എൻ്റെ കയ്യിൽ മോനെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല, എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും. ആ സമയമാകുമ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരും, അപ്പം നമുക്ക് അതങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും പറയാം അങ്ങനെ ചേട്ടാ എനിക്ക് പവിത്രത്തിലൊക്കെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അല്ല പുള്ളിക്ക് അങ്ങനെ ഒരു റെഫറൻസ് റിപ്പീറ്റ് ചെയ്യാൻ അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട. അത് ആ സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കൊരു ഐറ്റം കിട്ടും, നമുക്കത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ. അപ്പം അതിന്റെ പുള്ളി ഇത് പ്രിപ്പയർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഒരു ഇളയരാജ പാട്ടിന്റെ ഒരു തുടക്കത്തിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇളയരാജ പാട്ടുകൾ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ നമുക്ക് റൈറ്റ്സിനൊക്കെ കുറെ ഇതുണ്ട്, നമുക്ക് ഇന്ന സോങ്ങുകളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാള് മാനസികമായിട്ട് അപ്പം ലാൽ സാർ പ്രിപ്പയർ ആവുന്ന ഞാൻ പറഞ്ഞത്. അത് ചിലപ്പം അൺകോൺഷ്യസ്ലി ഇയാൾ അൺകോൺഷ്യസ് ഈ പറയുന്ന അൺസ്റ്റേബിൾ ആകുന്ന മൊമെന്റുകളിലൊക്കെ ചിലപ്പം ഇയാൾ ഇളയരാജ പാട്ട് പാടുമായിരിക്കുമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ അത് റൈറ്റ്സിന്റെ പ്രശ്നമാണ്, ഏതെങ്കിലും പാട്ട് പാടിയാൽ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അങ്ങനെ റൈറ്റ്സിന്റെ പ്രശ്നമുണ്ടോ? അത് ഈ പ്രശ്നം പറഞ്ഞതിന് ശേഷം പിന്നീടും ഈ കമ്പത്തെ സീക്വൻസ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക് ചോദിച്ചു. എനിക്ക് തോന്നുന്ന ആക്ടറിന് ആ സമയത്ത് തോന്നിയത് അയാൾ ചിലപ്പോൾ മൂളുന്നത് ഇളയരാജ പാട്ടുകളായിരിക്കും. ചിലപ്പം റൂമിലോട്ട് നടക്കുമ്പോഴും ഒക്കെ അപ്പൊ എൻ്റെ അടുക്ക് വീണ്ടും ചോദിച്ചു നമുക്ക് ഇളയരാജ പാട്ടിന്റെ. സാർ അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് ഏത് വഴിക്ക് വേണമെങ്കിലും കയറിപ്പോ. അങ്ങനെ ഇളയരാജ പാട്ടിന്റെ എലിമെന്റ് ആണെന്ന് കട്ടായി പോയി. പക്ഷെ ലാൽ സാർ അങ്ങനെ എന്നോട് ചോദിച്ചു അങ്ങനെ ആയിരിക്കൂലേ അയാൾ ചിലപ്പോ. പക്ഷെ അത് നമുക്ക് ഈ പറയുന്ന എവിടെ നിന്നാണ് നമുക്ക് അതിന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എവിടെ നിന്നെങ്കിലും ഒരു ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ അതല്ലാണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഫീഡിങ്ങൾ ഇപ്പം മഴയത്തുള്ള സൈറ്റ് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴയത്തുള്ള ഫൈറ്റിനെ പറ്റി നമ്മൾ ലാലേട്ടനൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ആ ഫൈറ്റ്, അങ്ങനെ ആയിരിക്കും നമ്മളുടെ പരിപാടികൾ. ഈ ഒരു മഴ എന്ന് പറയുന്നത് അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ആ ജോഗ്രഫിയിൽ മഴയ്ക്ക് അല്ലെങ്കിൽ ആ മഴയിലാണ് അതിനൊരു നീതി, മകന്റെ നീതി കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഒരു അല്ല ഞാൻ മഴയത്തെ സ്പെസിഫിക് ആയി ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാം, ഞാൻ പ്രകാശ് വർമ്മയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മഴയിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലം. നമ്മൾ പൊതുവെ ഇപ്പം പല സിനിമകളിലും ലാലേട്ടൻ തന്നെ കാണുന്നത് വളരെ ഒരു സമതല സ്വഭാവമുള്ള സ്ഥലത്ത് രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇത് ഒരു കൈൻഡ് ഓഫ് റോ ഫൈറ്റ് ആണ്, ഒരുതരം ചതുപ്പാണ്, ചരലാണ്, തെന്നാവുന്ന സ്ഥലമാണ്. ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി എത്ര ചെയ്താലും അത് വെൽ പ്ലേസ്ഡ് ആവാവുന്ന ടെറൈനിലല്ല ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ മഴ എന്നുള്ളത് ആനുകൂല്യമല്ല, മഴ എന്ന് പറയുന്നത് നേരെ തിരിച്ചടിയും തെന്നിപ്പോവാന്ന സ്ഥലം. ആ ഫൈറ്റ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പനിയുള്ള അവസ്ഥയിലല്ലേ. പനി എന്നുള്ളതല്ല, അത് ലാൽ സാറ് അന്ന് ആ ലൊക്കേഷനോട് വരുമ്പോൾ തന്നെ ലാൽ സാറിന് വയ്യ. അപ്പം നമുക്ക് ഈ ദിവസത്തിനുള്ളിൽ ലാൽ സാറിനെ ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് ലാൽ സാറിന് എമ്പുരാൻ്റെ ബാക്കി ഷോകളിന് പോകണം. ഇപ്പം നമുക്ക് വേറെ നിവൃത്തികളൊന്നുമില്ല. അപ്പം മഴ അവോയ്ഡ് ചെയ്യാനും പറ്റുന്നതല്ല. ലാൽ സാർ വരുമ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാണല്ലോ, ഇപ്പം ചിലപ്പം ഒരു ഹീറോയോടുള്ള നമ്മുടെ അമിതമായ വർഷിപ്പിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. ഒരു 6 മണി 7 മണിക്ക് മഴ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 4:30-5 മണി വരെയും ഈ മഴയത്താണ് നിൽക്കുന്നത്. അത് അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ചെളിയുടെ കണ്ടിന്യൂറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇവൻ അത് ഇട്ട് തന്നെ നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതും അതിൻ്റെതാണെങ്കിൽ ലാൽ സാറിനാണെങ്കിൽ പ്രകാശേട്ടൻ്റെ കയ്യിൽ ഒരു പ്രത്യേക കെയറിംഗ് ഉണ്ട്. ആദ്യമായിട്ടാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നത്. അയാളെ കൃത്യമായിട്ട് നോക്കണം. അയാളെ ബാക്കിയുള്ളവരെ പോലെ എന്താ പറയാ വെറുതെ ഇട്ട് അലക്കാൻ പാടില്ല. എന്ത് വന്നാലും ഒരു ഭയങ്കര കെയറിംഗ് ഉണ്ട് അവര് തമ്മിൽ. അണ്ണൻ ഓക്കെ അല്ലേ, അണ്ണ ഓക്കെ അല്ല, കരുതലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ അപ്പം ഇതിന്റെയൊക്കെ ഇടയിലാണ് ഈ ഫൈറ്റ് നമ്മൾ ചെയ്യുന്നത്. ഫൈറ്റിന്റെ ഇടയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ
എന്താ പറയാ ഡിക്കി കൊണ്ട് തലയിടിപ്പിക്കുക, അല്ലെങ്കിൽ മരത്തെ കൊണ്ട് തലയിടിപ്പിക്കുക, കല്ല് കൊണ്ട് കൈയടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര റോ ആയിട്ടുള്ള എലിമെന്റുകളാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റേ ഒരു കൈൻഡ് ഓഫ് എക്സ്ട്രീം വയലൻസ് അവിടെ വേണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള എലിമെന്റുകളൊക്കെയാണ് നമ്മൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അത് എനിക്ക് ലാൽ സാറിൻ്റെ ചോദിച്ചത്, ലാൽ സാർ അത് ത്രൂ ഔട്ട് ആ ഫൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അവശനുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസിൽ. അത് ആ ഡിസ്കഷനും ഞങ്ങൾക്കിടയിൽ ഒരു 10 ദിവസത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഫൈറ്റിൻ്റെ കൊറിയോഗ്രഫിയുടെ രീതിയിൽ നമ്മൾ ഒരിക്കലും അയാൾ ഇത്രയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ച് അവിടെ എത്തുന്ന സമയത്ത് അയാൾ എപ്പോഴും ഒരു അണപ്പോട് കൂടിയല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയ അതിൻ്റെ ഒരു മാൻലി ആയിട്ടൊരു ആളെക്കാൾ ഉപരിയായിട്ട് അയാൾ വേച്ചു പോവും, അയാൾക്ക് കൃത്യമായിട്ടുള്ള പഞ്ചസല്ലേ അയാൾ കൊടുക്കാൻ പറ്റുക, അയാൾക്ക് തെന്നിപ്പോവും. അപ്പം ആ രീതിയിലല്ലേ നമ്മളത് ചെയ്യുന്നത് എന്നുള്ള, അപ്പം ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സോ കോൾഡ് ഇപ്പം നമ്മൾ പുലിമുരുകളിൽ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഭയങ്കര സ്റ്റൈലൈസ്ഡ് ഫൈറ്റിനേക്കാൾ ഉപരി മഴയിൽ തെന്നിപ്പോകുന്ന, വേച്ചു പോകുന്ന, കുതറി വീഴുന്ന, അല്ലെങ്കിൽ അണയ്ക്കുന്ന, ബ്രീത്തിന് കൃത്യമായിട്ട് സ്പേസ് എടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു പെർഫോമൻസ് ആണ് ലാലേട്ടൻ പിടിച്ചത്. അപ്പൊ അത് ആ ഡിസ്കഷൻ നായകനാണോ ചിലപ്പോൾ തോന്നുന്നു. ആ ഏരിയയും ഏതാണ്ട് ഒരു 10 ദിവസത്തിന് മുന്നേ തന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നിടയിൽ തന്നെ അങ്ങനെ ഒരു വേവ് ലെന്ത് എപ്പോഴോ ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതേപോലെ തന്നെ സീനാണ് ഫാൻ എടുത്ത് തലക്കടിക്കുന്നത്. അത് ഭയങ്കര ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടൻ ഫാൻ എടുത്തിട്ട് ഒരുത്തന്നെ തലക്കടിക്കണം. അപ്പം എന്തൊക്കെയാ അതെങ്ങനെയാ മോനെ ഫാൻ എടുത്ത് അത് ഭയങ്കര അതെങ്ങനെയാ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യാം, നമ്മൾ ഫാനൊക്കെ ഊരി അടിക്കാനല്ലേടാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ലാലേട്ടൻ ഇച്ചിരി അത് കൺവിൻസിങ് ആവുന്നില്ല, അതെങ്ങനെ ഫാൻ ഊരി ഒരാളടിക്കും. അപ്പം ലാലേട്ടൻ ഇങ്ങനെ സ്റ്റൺസിൽവ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വന്നു, അത് മസ്റ്റാണ്, എനിക്കത് വേണം, നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ അവർക്ക് സൊല്ലാണ് സാർ, സൊല്ലാന്ന് ഇങ്ങനെ സിൽവയും പോയി പറയുമ്പോൾ സിൽവ എടുക്കൽ ഇത് തന്നെ പറയും, അതെപ്പടി സാർ അവർക്ക് സൊല്ല, അത് ട്രോളായിടും സാർ, അത് ട്രോളായിരുന്നു സാർ, അത് ഇപ്പോഴത്തെ പിള്ളേർ നമ്മൾ വെറുതെ കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന എലിമെൻ്റ് ആയി പോകും സാർ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ കുറേ സമയം ഞാൻ അതുവഴി പോകുമ്പോൾ സാർ അത് നമുക്ക് ഫാൻ അത് കൺവിൻസിങ് ആവുമോ സാർ, സാർ അത് കൺവിൻസിങ് ആവുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഫാൻ സീക്വൻസ് എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണത് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ സീക്വൻസ് എടുത്ത് ആ ജെയ്സിൻ്റെ തലക്കടിക്കുന്ന സീക്വൻസ് എടുത്തതിന് ശേഷം ഇങ്ങനെ മോണിറ്ററിനകത്ത് വന്ന് അത് ഭയങ്കര രസമാണ് സാർ. നമ്മളിങ്ങനെ മോണിറ്റർ കണ്ടുകൊണ്ടെങ്കിൽ ഇങ്ങനെ പുറയിൽ നമ്മുടെ തോളത്തിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു അമുക്കുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇപ്പം സന്തോഷമായോ നിങ്ങൾക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ 2 ഫൈറ്റ് എടുക്കുമ്പോഴും നല്ല പനിയാണ് എനിക്ക്. ലാലേട്ടനെ വർക്ക് ഇങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയാസ് ചെയ്യുന്ന സമയത്തൊക്കെ ലാലേട്ടൻ പനിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് പറയുകയും ചെയ്യണം, നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ട്, ലാലേട്ടൻ ഇത് ചെയ്യുകയും വേണം, എന്നാൽ ലാലേട്ടൻ്റെ ഈ പറയുന്ന പനി എന്നുള്ളതിന് നമ്മൾ ബോധർ ചെയ്യുകയും വേണം. അപ്പോൾ അവിടെയൊക്കെയാണെങ്കിൽ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറേയും കൂടി നമ്മൾ ലാലേട്ടനെ അങ്ങനെയാണ് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്, ഒരു സുഹൃത്തിനെ പോലെ. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഇപ്പം വയ്യാന്നുണ്ടെങ്കിൽ പോലും ലാലേട്ടനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഭയങ്കര, അത് നമ്മളോടൊക്കെ അങ്ങനെ ലാലേട്ടനോടൊന്നും മാത്രമല്ല നമ്മളോടൊക്കെ. നമുക്കൊരു പനി വന്നാൽ പോലും രഞ്ജിത്തേട്ടൻ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെയൊക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. നമുക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഒന്നും നമുക്ക് പുള്ളിയുടെ കൈ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു കരുതൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫിസിക്കലി ചലഞ്ചിങ് ആണ് ഏത് സീക്വൻസ് എടുക്കുമ്പോഴും ലാലേട്ടന് വയ്യ. അപ്പോൾ ഈ സ്റ്റേഷൻ ഫൈറ്റ് എടുക്കുന്ന സമയത്തും ലാലേട്ടന് പനി. അപ്പം നമ്മൾ ഈ സ്റ്റേഷന്റെ അകത്തെ ഫൈറ്റ്, അപ്പൊ അത് എടുക്കുന്ന സ്ഥലമാണെങ്കിൽ മൊത്തം ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ലാലേട്ടൻ വന്ന് ചെയ്യണം. അപ്പം അതിൻ്റെതായ ഒരു നമുക്കിത് പുള്ളിയൊക്കെ പറയുമ്പം ഭയങ്കര ചമ്മലാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഭയങ്കര രസമുള്ള ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഫൈറ്റൊക്കെ ചെയ്തിട്ട് ഏട്ടനും രഞ്ജിത്തേട്ടനും കൂടി ഇങ്ങനെ ഒരു ക്യാരവാനിലൊന്നും പോയൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് വന്നത്. ഇവർ ഈ ഒരു സ്റ്റേഷൻ്റെ മൂലയിൽ പോയി കസേരയിട്ട് ഇവർ പഴയ കഥകൾ പറഞ്ഞ്, പുതിയ കഥകൾ പറഞ്ഞ്, നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ പറഞ്ഞ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വയ്യ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഡോളോ വിജീഷും മുരളിച്ചേട്ടനൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്, ലിജു ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേക്ക് കെയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ഞാനിങ്ങനെ കുറച്ച് നേരം ലാലേട്ടൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ സുനിലേട്ടനും ഉണ്ടാകും ആ സമയത്ത്. അപ്പം ലാലേട്ടൻ ഇങ്ങനെ ഗൂഗിൾ തപ്പിയിട്ട് ഫീവറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ അതെന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ
പോലെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ടേക്ക് റെസ്റ്റ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ടേക്ക് റെസ്റ്റ് എന്നാ പറയുന്നേ. ഞാനിങ്ങനെ സാർ നമുക്കൊരു റെസ്റ്റും ഇല്ല എന്നും പറഞ്ഞ് പിന്നെ ഇതാണ് പുള്ളിയുടെ ഒരു വർക്കിംഗ് പ്രോസസ്. അപ്പം അതാ പറഞ്ഞില്ല, ഈ ഭയങ്കര ഇൻവോൾവ് ആണ് അതിൻ്റെ അകത്ത്. എനിക്ക് വയ്യാന്നോ അല്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം ചെയ്യാമെന്നോ ഒന്നും. ഇപ്പം എനിക്ക് ചെവി വേദന പ്രശ്നമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആ ബിഗ് ബോസിൻ്റെ ട്രാവൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടുള്ളൂ. അപ്പം നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സ്പീക്കറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കൊണ്ട് ആ ചെവിയുടെ വേദന പുള്ളി ഇങ്ങനെ കടിച്ചു പിടിക്കണം നമുക്ക് എന്ന് പറഞ്ഞാൽ. എന്നാലത് ആക്ഷൻ വിളിക്കുമ്പോഴോ അതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ചെവി വേദന ഉള്ളതായിട്ട് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത്രയേറെ ഇൻവോൾവ് ആണ് സ്ക്രിപ്റ്റ്, ഈ പറയുന്ന സിനിമയുടെ പ്രോസസ്സിൽ, ഫിലിം മേക്കിങ്ങിൽ. എനിക്ക് അങ്ങനെ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആക്ടർ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവാം. ആ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആക്ടർ വന്ന് പറയുവാണ് എനിക്കിന്ന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പരാതി പറയില്ല. അങ്ങനെ ആ മനുഷ്യൻ ചെയ്യാറില്ല എന്നുള്ളതാണ് എനിക്ക് പ്രൊഫഷണലിസത്തിൻ്റെ അല്ലെ കണ്ടുപഠിക്കേണ്ട. അല്ലെങ്കിൽ ഇനി മുന്നോട്ട് തരുൺ എന്താണ് ഈ സിനിമയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ കാരണം ആ സിനിമയ്ക്ക് എനിക്കെന്നോ രഞ്ജിത്തേട്ടനോളൊക്കെ നമ്മൾ കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിനിമയാണ് പ്രയോറിറ്റി, നമ്മളൊക്കെ അതിൻ്റെ എന്താ പറയുക അതിൽ നിന്ന് ഉൽപ്പന്നങ്ങളാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടാണ് ആ മനുഷ്യൻ ഓരോ ദിവസം പോകുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു തന്നതൊക്കെ മാറിപ്പോയി, എന്നാൽ പോലും ഫൈറ്റ് എന്ന് പറഞ്ഞു തന്നെ. അപ്പം ലാലേട്ടൻ അങ്ങനെയാണ് ഓരോ പ്രോസസ്സിനെയും കാണുന്നത്. ഇതിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് സുനിലിന്റെ സ്ക്രിപ്റ്റും സുനിൽ തന്നെ പറഞ്ഞ രഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റൺമാൻ എന്നുള്ളത് ഒരു മോസ്റ്റ് കൺവിൻസിങ് ആയിരുന്നു ക്യാരക്ടർ. അപ്പൊ അതിൽ തന്നെ ഈ പറയുന്ന കാറിന്റെ തുടർച്ചയിലൊക്കെ ഈ പിന്നെ ഫൈറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ മോഹൻലാൽ അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണോ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചോ അവർ കിൻഡൽ ഫൈറ്റ് ആണെന്നും ഈ ഫൈറ്റിനെ കുറിച്ച് നമുക്ക് അതിന്റെ ക്ലോഷറിലേക്ക് എത്തും. ഈ ക്യാരക്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട മൊമെന്റിൽ എത്തുമ്പം ഈ പറഞ്ഞ ആളുടെ ഏറ്റവും വലിയ ഹൈ അല്ലെങ്കിൽ ഇയാളുടെ ഏറ്റവും വലിയ റിയാക്ഷൻ മോഡ് എന്താണെന്ന് ഏറ്റവും കൺവിൻസിങ് ആവുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നൊരു ഫൈറ്റ് മാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റൻഡ്യൂപ്പ് എന്നുള്ളൊരു ഐഡിയ വരുന്നിടത്ത് ലാലേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അല്ല, അത് ഈ സിനിമ സുനിലും രഞ്ജിത്തേട്ടനും അത്രയേറെ പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ, അവരങ്ങനെ തങ്കക്കുടമ്പുകൾ കൊണ്ടുവരുന്ന അതിലേക്ക് ഒരു എക്സ്ട്രാ എലിമെന്റ് എന്ത് പറഞ്ഞാലും നമ്മളതിനെ നോവിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ സുനിലിന്റെ അടുക്കലായാലും രഞ്ജിത്തേട്ടന്റെ അടുക്കലായാലും നമ്മളിങ്ങനെ എലിമെന്റ് പറയുമ്പോൾ അത്രയേറെ ഒരു 10 വട്ടമെങ്കിലും ആലോചിച്ചതിന് ശേഷമേ നമ്മൾ പറയുള്ളൂ. കാരണം അവരങ്ങനെ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റാണ്, അതിലേക്ക് കൃത്യമായിട്ട് ചേർത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എറിച്ച് തന്നെ നിൽക്കും. പക്ഷേ നമുക്ക് ഈ സിനിമ വലുതാക്കണം, ഇതിനെ കൊമേഴ്ഷ്യൽ വൽക്കരിക്കണം. ഇതൊരിക്കലും ഒരു ഭയങ്കര ക്ലാസ് സ്വഭാവത്തിൽ പോകേണ്ട സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇത് തിയേറ്ററിൽ അഡ്രിനാലിൻ റഷുകൾ ഉണ്ടാക്കുന്ന മൊമെന്റുകൾ ഉണ്ടാകണം. അപ്പം ഈ സെക്കൻഡ് ഹാഫിൻ്റെ ആലോചനകളിൽ ഒക്കെ നമ്മുടെ മുന്നിൽ കിടക്കുമ്പം എനിക്ക് കിട്ടിയിരുന്ന പോയിന്റ്, എനിക്കൊരു സ്റ്റേഷൻ ഫൈറ്റ് കിട്ടി. ഒരു സ്റ്റേഷൻ ഫൈറ്റ് കിട്ടി, അതിലാണ് ഇതിൻ്റെ ഒരു വലിയ കഥ റിവീലാകപ്പെടുന്നതെന്നുള്ള ഒരു എലിമെന്റ് കിട്ടി. അതിന് മുൻപും പിൻപുമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റേഷൻ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എലിമെന്റ് വേണം. അപ്പം ഞാൻ സുനിലിനോടുള്ള ഇനിഷ്യൽ ഡിസ്കഷനിൽ ഞാൻ സുനിലൊക്കെ പറഞ്ഞു, സുനിൽ ചിലപ്പോൾ ഇയാൾ ചെന്നൈയിൽ നിങ്ങൾ ഈ പറയുന്ന ടാക്സി ഓടിച്ച് നടന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇയാൾ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾ ത്യാഗരാജൻ മാഷിൻ്റെ ഒരു അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് നടന്നിട്ട് ത്യാഗരാജൻ മാഷ് കൊടുത്ത കാറായിട്ടൊക്കെ നമുക്ക് ഇതിനെ ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പം ഇവർ നഗശാന്തോ അയ്യോ അങ്ങനെ തരണേ, അത് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ സോ കോൾഡ് സിനിമാറ്റിക് മാസ്റ്റർ അങ്ങനെയല്ല, ഇത് ഭയങ്കര കോമൺ മാൻ, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടൊരാള്. അപ്പം ഞാൻ പറഞ്ഞ എന്നാലും നമ്മൾ ഇത്രയും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇത് കൺവിൻസിങ് ആണ് സുനിലേട്ടാ. അപ്പം സുനിലേട്ടൻ അത് മനസ്സിലാണ്, അത് കൺവിൻസിങ് ആവണം. പക്ഷെ എന്നാലും ഈ ചെറിയൊരു ട്രാക്ക് അതെങ്ങനെ അത് മുണ്ടുപറിച്ചടിയിലേക്ക് പോവുക അല്ലെങ്കിൽ സോ കോൾഡ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുടെ സ്വഭാവങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ പറയുന്ന ഭയങ്കരമായ, അത് കുറ്റമല്ല, അത് കുറ്റവുമല്ല പരാതിയല്ല, അവരങ്ങനെ ആ സിനിമേനെ കൊണ്ടു നടക്കണം. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇപ്പൊ ഈ വിജയം ഇങ്ങനെ കിട്ടുകയും ചെയ്യുന്നത്. അത് എന്തെങ്കിലും അതിന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നേ ഈ സിനിമ ഇറങ്ങിപ്പോയേനെ, ചിലപ്പോൾ ഇന്ന് കാണുന്ന പോലെ ആ സിനിമ ചിലപ്പോൾ കാണാണ്ട് പോയേനെ. അപ്പൊ അത് സുനിലേട്ടൻ നമുക്കത് വേണ്ടത് അത് വേണ്ട, നമുക്ക് സോ കോൾഡ് ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ നാട്ടും പുറത്ത് കാണുന്ന അയാളുടെ ഒരു സ്റ്റൺമാൻ്റെ ഒരു സ്വഭാവവും അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ ഞാനും 2-3 പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കി, അത് ഈ കോറൈറ്റേഴ്സ് വരുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ടീം, അപ്പോൾ ആ സമയങ്ങളിലൊക്കെ സുനിലേട്ടൻ അത് ചോദിച്ചു അത് വേണം, ബാക്കിയൊക്കെ തരുമ്പോൾ ഓക്കെയാണ്. പിന്നെ നമ്മളത് വിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം വിട്ട്. പിന്നെ രഞ്ജിത്തേട്ടൻ പറയുമ്പോഴും
എന്താണ് ഒരിക്കലും നമ്മൾ ചെറിയ സൂചനയെ കൊടുത്തപ്പോൾ തന്നെ എന്താണ് ഈ പറഞ്ഞ സോക്കോൾഡ് എന്താ പറയാ സാധാരണക്കാരൻ എലിമെന്റിൽ, അപ്പം അതിൽ നിന്ന് നമ്മൾ മാറാൻ ഞാനും തയ്യാറില്ല. എന്നെയും ആ സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എനിക്ക് ഈ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഗൂസ് ബംസ് മൊമെന്റുകളിലേക്കാണ്. എന്തെങ്കിലും ഇപ്പം ഒപ്പത്തിൽ അത് ഭയങ്കര ഭംഗിയായിട്ടത് പറഞ്ഞത്, അത് ഒപ്പം എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഇപ്പം അന്ധനായ ഒരാളാണെങ്കിൽ പോലും കളരി എന്നൊക്കെ പറയുന്നതിന് അവർ കൃത്യമായിട്ട് അതായിരുന്നു ഞാനിവിടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഞങ്ങളുടെ ആദ്യത്തെ, അതായത് ഈ സിനിമയിൽ ഇൻവോൾവ് ആവുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ സജഷനാണ് ഈ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയ, അതും ത്യാഗരാജൻ അങ്ങനെ. പക്ഷെ അത് അന്നേരം തന്നെ കട്ട് ചെയ്തും പിന്നെ നമ്മളെ ചിന്തകളിലൊന്നും അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം പിന്നെ രഞ്ജിത്താനുമായിട്ട് ഇത് 4 or 5 വട്ടമൊക്കെ ഞാൻ രണ്ടും തമ്മിലുള്ള ഡിസ്കഷൻസും സ്ക്രിപ്റ്റ് റീഡിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നാണ് നമ്മൾ ലാലേട്ടൻ്റെ ഇടയ്ക്ക് പോകാൻ തരും. അപ്പം നമ്മുടെയൊക്കെ ചിന്തകളിൽ നിന്ന് ഈ സ്റ്റൺമാനെ പോയി. അപ്പോഴും ഞാൻ ലാലേട്ടൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് പറയാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സുനിലേട്ടൊക്കെ ചോദിക്കുന്നു, സുനിലേട്ടൻ ഇതെങ്ങനെ ഇത്രയും ഫൈറ്റ് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യില്ല, അപ്പം നമ്മളിതെങ്ങനെ കൺവിൻസിങ് ആക്കും. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തു, മോഹൻലാൽ ആണല്ലോ, ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കും. മോഹൻലാൽ എന്ന് പറഞ്ഞ ആള് അത് ചെയ്യുമ്പോൾ ലാലേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഈ 359 സിനിമകളും പഠിപ്പിച്ചതുകൊണ്ട് നമ്മൾ അതൊരു ലിബർട്ടി എടുക്കാം എന്ന് പറയുന്നൊരു തീരുമാനത്തിൽ പോയി. അങ്ങനെ അന്ന് സുനിലേട്ടൻ പക്ഷെ കഥ പറയാൻ പോകുമ്പോൾ ഫസ്റ്റ് നറേറ്റീവിന് സുനിലേട്ടൻ വരാൻ പറ്റും. ഭയങ്കര സങ്കടം ഇപ്പോഴും ആ ഫസ്റ്റ് നറേറ്റീവിന് വരാൻ പറ്റാത്ത സങ്കടമുണ്ട്. അതിനു മുമ്പ് സുനിലേട്ടനാണ് കഥ ബേസ് നറേഷൻ നടത്തിയത്. ഞാനിത് നിന്ന് ഈ പറയുന്ന ഓഡിയോ സ്ക്രിപ്റ്റ് ഒക്കെ കേൾപ്പിച്ച് കഥ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ദീപക് വിജയ് എന്ന് പറഞ്ഞ ആൾ. ആദ്യം ഞാൻ കുറച്ച് ശബ്ദം പറഞ്ഞു, പിന്നെ എനിക്കൊരു ഭയങ്കര കോംപ്ലക്സ് അടിച്ചുകൊണ്ട് ഞാൻ പിന്നെ ദീപക് വിജയ് എന്ന് പറഞ്ഞൊരു നമ്മുടെ പടത്തിന് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്യിച്ച് ഫുൾ സ്ക്രിപ്റ്റ് വെച്ച് മ്യൂസിക്കും സൗണ്ടും ഒക്കെ ഡിസൈൻ ചെയ്ത് ഒരു ശബ്ദരേഖ കേൾക്കുന്നത്. അപ്പം ഇത് കേട്ട് ലാലേട്ടൻ, അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ പറയുന്ന ചില സീനുകളൊക്കെ കാണുമ്പോൾ ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. അതിന്റെ എക്സൈറ്റ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ആനന്ദിച്ചേട്ടൻ കാണുമ്പോഴും അന്നത്തെ ആ ഓഡിയോ സ്ക്രിപ്റ്റിൽ നമുക്ക് ആ സിനിമ കിട്ടി എന്ന് പറയുന്നൊരു മൂമെന്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഇവർ കേട്ട് കഥ മൊത്തം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഫസ്റ്റ് ചോദിച്ച്, ഇയാൾ ചിലപ്പോൾ ചെന്നൈയിൽ ത്യാഗരാജൻ മാഷിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഞാനിത് എപ്പോഴോ വിട്ട കാരണം സുനിലിൻ്റെ ചിന്തേനെ ഹേർട്ട് ചെയ്യുന്നൊരു സംഭവമായിട്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴോ വിട്ടൊരു എലിമെന്റ് ലാലേട്ടൻ എൻ്റെ അടുക്കൽ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു എലിമെന്റ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ വാവ്, നമ്മൾ രണ്ടും ഒരു ഒറ്റ തോണിയിൽ കയറിയ പോലെ. അപ്പൊ ഓൺ സ്പോട്ടിൽ എന്താണ് ചേട്ടാ അത് കൺവിൻസിങ് ആണോ ചേട്ടാ? അപ്പം അങ്ങനെ ചോദിക്കുന്നു. അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും ഫൈറ്റൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരുവാണെങ്കിൽ അതൊരു അങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവൂലേ എന്ന് പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ എന്തിരണത് അങ്ങോട്ട് ലോക്ക് ചെയ്തു. ഇനി അത് മാറ്റില്ല, ഇനിയിപ്പോ സുനിലേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളൂ. അപ്പം സുനിലേട്ടന്റെ കൺസേൺ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫൈറ്റ് അതിശയോക്തിയായിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന സുനിലേട്ടന്റെ മുന്നിൽ മുണ്ടൊക്കെ മടക്കി കുത്തി നടക്കുന്ന സാധാരണക്കാരെന്നുള്ള എലിമെന്റിൽ നിന്ന് ഇത് മാറിപ്പോകരുത് എന്ന് പറയുന്നതിന് അപ്പൊ ഞാൻ സുനിലേട്ടൻ വാക്കും, സുനിലേട്ടൻ ഒരിക്കലും അങ്ങനെ മാറിപ്പോയില്ല. എന്റെ മനസ്സിൽ നിങ്ങൾ കാണുന്ന പോലെ അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ചെറിയ ഒരു ഡ്യൂപ്പ് ഫൈറ്റിന്റെ ഒരു കഥ എന്നുള്ള ഇതിൽ മാത്രമേ കണ്ടാൽ മതി, ഇതൊക്കെ റിവീൽ ആകുന്നത് സെക്കൻഡ് ഹാഫിലായിരിക്കും എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണ് അതിൻ്റെ അത് ഉണ്ടായി വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അണ്ടർലൈൻ ചെയ്യാൻ അതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഡിസിഷൻ എടുത്തത് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കൂടി പണ്ടെപ്പോഴോ നമ്മൾ ചിന്തിച്ചിട്ട് ഒഴിവാക്കി വിട്ടൊരു എലിമെന്റ് നല്ലതല്ല. അതെനിക്ക് ഭയങ്കര ഈ സിനിമയുടെ ഏറ്റവും മാജിക്കൽ മൂമെന്റ് അതാണ്. ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തലയിൽ വന്ന ആദ്യത്തെ ചിന്ത അത് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഭംഗിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിലീവബിൾ ആക്കുന്ന, എന്നാൽ അത് കുറച്ച് വേദനയോടുകൂടി നമ്മൾ മാറ്റി വെക്കപ്പെട്ട സാധനം നമ്മുടെ കോ റൈറ്ററിന്റെയും ഒക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എപ്പോഴും ഈ സിനിമയിൽ ഒരു എലിമെന്റിൽ പോലും സുനിലേട്ടന് ഇഷ്ടപ്പെടാത്ത ഒരു എലിമെന്റും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സുനിലേട്ടന് അത് വേണമോ തരണേ, ഞാൻ പിന്നെ അതിനോട് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എലിമെന്റിനെ ലാലേട്ടൻ അത് അങ്ങനെ ആയിരിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിട്ടുകളയാൻ തോന്നിയില്ല. അപ്പോൾ അത് രഞ്ജിത്തേട്ടനും വിട്ടുകളയാൻ തോന്നില്ല. പിന്നെ അത് ഞങ്ങൾ വീണ്ടും അങ്ങനെ എലിമെന്റിലേക്ക് ഇത് കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു. അതാണ് അങ്ങനെ സ്റ്റൺ മാസ്റ്റർ സ്റ്റോറി വന്നതും. പണ്ടത്തെ കഥയിൽ അങ്ങനെയല്ലായിരുന്നു. പണ്ടെപ്പോഴോ അവിടുത്തെ ഒരു കാറുകൾ ഫിലിം സ്റ്റുഡിയോകളിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു ടാക്സിക്കാരൻ എന്നുള്ള രീതിയിൽ സിനിമാക്കാർക്കൊക്കെ ഒപ്പമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള സിനിമാക്കാരെയൊക്കെ വെച്ച് ഓടിയിട്ടുള്ള അങ്ങനെ എന്റെ ഫസ്റ്റ് വേർഷൻ സ്ക്രിപ്റ്റിലും ഒക്കെ അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഒരു സിനിമാക്കാരനാവാൻ ആഗ്രഹിച്ച അതെ. ഇപ്പൊ ഒരു മുരുകാവിളി എന്തായാലും ചെയ്യൂലേ, ഒരു ഫൈറ്റിനും ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു ചെയ്യും സെർച്ച് അത് എന്തായാലും ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റൺസിൽ വന്നിട്ടൊക്കെ പറഞ്ഞു
സാർ ഇങ്ങനെ ഒരു സജഷൻ ചോദിച്ചു, എന്ത് തോന്നുന്നു? 100% അതിനേക്കാൾ വലിയ ഒരു എലിമെന്റ് ഇനി ആ സിനിമയ്ക്ക് കിട്ടാനില്ല, അത്രയും വലിയ എലവേഷൻ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. അതിന് ഇന്റർനെറ്റ് വായിച്ചിട്ട് എന്നെ ഇടയ്ക്ക് വിളിച്ചു, ഇത് മതി. അതിന് ഭയങ്കര ഇമോഷണലാണ് ചില കാര്യങ്ങളിൽ പുള്ളിയുടെ കണ്ണ് കാര്യങ്ങൾ, അതിൻ്റെ അകത്തൊരു മുരുകാവിളിയുണ്ട്. അപ്പൊ ആ ചിന്ത എനിക്ക് തോന്നിയത് ലാലേട്ടന്റെ ആ മുരുകയിൽ നിന്നാണ്.